പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി തോട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി തോട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിനെ ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിനെ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂമിയിലെങ്ങും ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂമിയിലെങ്ങും ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തിയെ വീഴ്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തിയെ വീഴ്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾ കാഠിനരായി തീരുന്നതാൽ ഒരുങ്ങിയിടാം. ലോകമോഹങ്ങൾ കാഠിനരായി തീരുന്നതാൽ ഒരുങ്ങിയിടാം. ശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ
കോമളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ബഹുമാന്യരായ എല്ലാ സഹോദരങ്ങൾക്കും, വിശേഷാൽ ഈ മീറ്റിംഗിൽ അധ്യക്ഷനായിരുന്ന ശുശ്രൂഷകൾ നിയന്ത്രിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ ഗർസി പാസ്റ്റർക്കും ശുശ്രൂഷകന്മാർക്കും സഭയിലെ ദൈവമക്കൾക്കും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വം ഞങ്ങളുടെ വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഔപചാരികമായിട്ട് പ്രിയ സഹോദരൻ നന്ദി രേഖപ്പെടുത്തിയല്ലോ. സ്തോത്രം. ഞാൻ ഔപചാരികതയൊന്നും വിശ്വസിക്കുന്നെങ്കിലും ഹൃദയപൂർവ്വമായുള്ള ചിന്ത പറയുന്നത് തെറ്റല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ യോഗം ക്രമീകരിക്കുകയും ഈ യോഗങ്ങളിൽ ശുശ്രൂഷിക്കാനായി എനിക്ക് അവസരം ഒരുക്കുകയും ചെയ്ത ദൈവദാസനോടും ദൈവസഭയോടും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. സമയം വേർതിരിച്ച് ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയമുള്ളവരെയും ഞാൻ ദൈവനാമത്തിൽ അനുമോദിക്കുകയും നിങ്ങളോട് എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. 10 ദിവസമാണ് ഈ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരുന്നെങ്കിലും എൻ്റെ വ്യക്തിപരമായ ഒരു അസൗകര്യ നിമിത്തം കഴിഞ്ഞ ഈ തിങ്കളാഴ്ച എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിയാതെ പോയി. ദയവായി നിങ്ങൾ അതിനോട് പൊറുക്കണം. ഈ 9 ദിവസം നിങ്ങളോടുകൂടി ആയിരിക്കാൻ തക്കണം കർത്താവ് കൃപ നൽകുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞ ദൈവവചനം പ്രിയമുള്ളവർക്ക് ഉപകാരമാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇരിങ്ങാലക്കുട സെന്ററിലുള്ള സഹോദരങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ ശുശ്രൂഷകന്മാരും ഈ കൂടിവരവിൽ സംബന്ധിക്കുന്നല്ലോ. ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നായി ഈ കൂടിവരവിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുകയും എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം വന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവം എനിക്ക് തന്ന കൃപകളോടെ സ്തോത്രം. എന്റെ പരിമിതികളോടുകൂടി തന്നെ നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. സ്തോത്രം. ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഇങ്ങനെ ഈ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ലാതെ ഇന്ന് വരെ ദൈവം നമ്മളെ നടത്തി. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പിന്നെ നമ്മെ നടത്തട്ടെ. എല്ലാ മഹത്വവും എല്ലാ മാനവും കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. സ്തോത്രം. ന്യായമായ വിശദീകരണങ്ങൾ വേണമെങ്കിൽ ചോദിക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സൗകര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതിൽ ഞാൻ അവരെ അനുമോദിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം അതിന് ഉത്തരങ്ങളൊക്കെ പറയുവാനായിട്ട് അവസരമുണ്ടായല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ചോദ്യം ഇന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരു പ്രിയ സഹോദരൻ വോയിസ് മെസ്സേജ് ആക്കിയിട്ടിരുന്നു. സ്തോത്രം. അത് എല്ലാവർക്കും പ്രയോജനകരമാകുമെന്നുള്ളത് കൊണ്ട് പൊതുവായി പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുന്നു. ദൈവമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുമ്പോൾ പിന്നെയും നമ്മൾ ആത്മനിറവിനായി ആവശ്യമുണ്ടോ എന്ന ആത്മനിറവ്, അതിന്റെ പ്രാധാന്യം എന്താണ്? തിരുവഴുത്തിൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ. ആത്മനിറവ്, ആത്മാഭിഷേകം, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണ് ഒന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കതുപോലെ ഒന്ന് വ്യക്തമാക്കി കിട്ടിയാൽ കൊള്ളാം എന്ന് എന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ സജീവമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ സജീവമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിൽ പല അനുഭവങ്ങൾ നാം തിരുവെഴുത്തിൽ നിന്ന് കാണുന്നുണ്ട്. ഒന്നാമതായി ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുന്നു, ദ ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ്. 2, പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുന്നു. 3-മതായി പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുന്നു, ആത്മനിറവ്. അടുത്തത് പരിശുദ്ധാത്മ മുദ്ര, ആത്മാവ് നമ്മളുടെ മുദ്രയാകുന്നു. പിന്നെ ആത്മാവ് അച്ചാരമായിരിക്കുന്നു. പിന്നെ പരിശുദ്ധാത്മാ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് ആത്മഫലം നമ്മളിൽ ഉളവാക്കുന്നു. കുറഞ്ഞത് ഈ 7 പ്രധാന കാര്യങ്ങൾ, 7 എന്നുള്ളത് പൂർണ്ണതയെ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ 7 കൊണ്ടങ്ങ് നിർത്തുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പ്രധാനപ്പെട്ട ഈ 7 അനുഭവങ്ങൾ, ഇവ പറയുമ്പോൾ ഒന്നിച്ച് പറയാമെങ്കിലും വ്യത്യസ്തങ്ങളാണ്. ഓരോന്നും വിശദമായി സംസാരിക്കേണ്ടതാണെങ്കിലും അതിന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രദ്ധിക്കണേ. സ്തോത്രം. നമ്മള് ഒരെണ്ണം വിട്ടുപോയി. ആത്മസ്നാനം. ഈ ആത്മസ്നാനമാണ്
അത്യാവശ്യമായി പറയേണ്ടത് വിട്ടുപോയെന്ന് അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ആത്മസ്നാനമാണ് ഈ അന്യഭാഷാ ഭാഷണത്താൽ തെളിയിക്കപ്പെടുന്നത്. അന്യഭാഷാ ഭാഷണത്താൽ നമ്മൾ പലപ്പോഴും അത് അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആത്മസ്നാനം പ്രാപിച്ചുവോ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ചോദിക്കാറുള്ളത്. എന്നാൽ അഭിഷേകം എന്ന് പറയുന്നത് ഒരു പദവിയിലുള്ള അവരോധനമാണല്ലോ. പഴയ നിയമകാലത്ത് 3 പ്രധാന ഓഫീസുകളിൽ അവരോധിക്കുമ്പോൾ, അല്ലെങ്കിൽ മീൻസ് ഇൻവെസ്റ്റിച്ചർ എന്ന് പറയും. ഇൻവെസ്റ്റിച്ചർ അത് ചെയ്യുമ്പോൾ മീൻസ് അവരെ അഭിഷേകം ചെയ്തു. അഭിഷേകം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എണ്ണ തേക്കുക എന്നാണ്. തലയിൽ തൈലം ഒഴിച്ച് അവരെ ആ ഇൻവെസ്റ്റിച്ചർ സെറിമണി, അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി അവരോധിക്കുന്ന ആ സ്ഥാനത്തിൽ അവരെ നിയമിച്ചാക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു. രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിരുന്നു, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തിരുന്നു, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു പദവിയിൽ ഒരു ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് അവരോധിക്കുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മളെ ദൈവ മക്കളായി രാജകീയ പുരോഹിത വർഗമായി അവരോധിക്കുന്ന ആ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൽ നടക്കുന്നതിനെയാണ് അഭിഷേകം എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അവന്റെ അഭിഷേകം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് ആ അഭിഷേകം നിങ്ങളെ എല്ലാം അറിയിച്ചു തരും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അഭിഷിക്തന്മാരാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി 5 വിധ ശുശ്രൂഷാ വൃന്ദത്തിൽ ഏതെങ്കിലും ഒന്നായിട്ടെങ്കിലും വേർതിരിക്കുന്ന ആളുകളെ മാത്രമേ അഭിഷിക്തന്മാരെന്ന് പറയാറുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. രാജകീയ പുരോഹിത നമ്മള് ദൈവമക്കളുടെ പൗരോഹിത്യമാണല്ലോ. അപ്പോൾ രാജാക്കന്മാരായും പുരോഹിതന്മാരായും നമ്മളെ അവരോധിച്ചിരിക്കുന്നു, സ്ഥാനത്ത് നിയമിച്ചാക്കിയിരിക്കുന്നു. അതാണ് അഭിഷേകം എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. സ്തോത്രം. അഭിഷേകം നമ്മളിലുണ്ട്. സ്തോത്രം. പിന്നെ ഞാൻ പറഞ്ഞതിൽ പരിശുദ്ധ നമ്മൾ അധിവസിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം. ഈ സ്നാനം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ തന്നെ അർത്ഥം മരണം അടക്കം ഉയിർപ്പ് എന്നാണ്. കർത്താവ് പറഞ്ഞല്ലോ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 49 വായിക്കുമ്പോൾ ഈ 50-ാം വാക്യത്തിൽ പ്രത്യേകിച്ചും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുമ്പോഴും ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്ന് കർത്താവ് പറയണം. അപ്പോൾ ആ പറയുന്ന സ്നാനം യോഹന്നാന്റെ കൈക്കുള്ള സ്നാനം കഴിഞ്ഞതിന് ശേഷമല്ലേ പറയുന്നത്. അതുകൊണ്ട് ആ സ്നാനം എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശീകരണം, മരണം അടക്കം ഉയിർപ്പ്, അതാണ്. അത് കഴിയുമ്പോൾ ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ ഭാരം കർത്താവിന്റെ ഹൃദയത്തിന്മേൽ ഉണ്ടായിരുന്നു. The weight of the cross was on his heart all through his life. കർത്താവ് ജനിച്ചപ്പോ തന്നെ മൃഗമായി ജനിച്ചത് കൊണ്ടാണല്ലോ പുൽക്കൂട്ടിൽ പിറന്നത്. മൃഗശാലയിൽ വന്ന് യാഗമൃഗം അപ്പോൾ മുതലേ മരിക്കാൻ വന്നു. സർവജ്ഞാനിയായ കർത്താവ് മരിക്കാനാണ് വന്നതെന്നുള്ളത് കൊണ്ട് ആ ക്രൂശിന്റെ ഭാരം അവന്റെ ഹൃദയത്തിന്മേൽ അപ്പോൾ മുതലേ ഉണ്ടായിരുന്നു. സ്തോത്രം. അതാണ് പറഞ്ഞത്, എനിക്ക് അത് കഴിവത്ത് ഞെരുങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞാൽ മരണം അടക്കം വരും. അപ്പൊ ആത്മസ്നാനം എന്ന് പറഞ്ഞാലോ, ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ആളത്വത്തിന് മരിച്ച് ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ട്, അഥവാ ക്രിസ്തുവിൽ മറഞ്ഞ്, അഥവാ ക്രിസ്തുവിനെ ധരിച്ച്, ക്രിസ്തുവിനോട് ഉയർത്ത് ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ നമ്മളെ പ്രാപ്തന്മാരാക്കുന്ന പരിശുദ്ധാത്മാവിന് പ്രത്യേകമായ ഇടപെടലും ശക്തീകരണവുമാണ് ആത്മസ്നാനത്താൽ അർത്ഥമാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആത്മസ്നാനത്തിന്റെ ഉദ്ദേശ്യം, ലക്ഷ്യം അതാണ്. പഴയ ആളത്വത്തിന് മരിക്കണം, പഴയ പാപപ്രകൃതത്തിന് മരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ, ഞാൻ ദിവസേന മരിക്കുന്നു എന്നാണല്ലോ പൗലോസ് പറഞ്ഞത്. പഴയ ആളത്വത്തിന് മരിച്ചെങ്കിലും ക്രിസ്തുവിന്റെ മരണത്തോടെ നമ്മൾ ഏകീഭവിച്ചെങ്കിലും ആ പഴയ പാപപ്രകൃതം നമ്മളിൽ നിന്ന് 100% പിഴുത് മാറ്റപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് കീഴ്പ്പെടുത്തപ്പെട്ട നിലയിൽ അത് ഉള്ളിൽ ഇങ്ങനെ കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ അതിങ്ങനെ തലയെടുത്തു വരും. അവസരം കിട്ടുമ്പോൾ തലയെടുത്ത്, അപ്പോൾ നമ്മൾ അതിനെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തനങ്ങളെ മരിപ്പിക്കണം. അങ്ങനെ മരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ മരിച്ചു ജീവിക്കുന്നവരാ. സ്തോത്രം. ആ പഴയ ആളത്വത്തെ
ദിവസേന മരിപ്പിച്ച് നമുക്കറിയാമല്ലോ, സാഹചര്യങ്ങളുടെ പിശാച് ആ പഴയ ആളത്വത്തെ ഇങ്ങനെ പതുക്കെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുവരും. സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ആ പഴയ പോകുക, ഞാൻ ക്രിസ്തുവിനോട് മരിച്ച ആളാണ്. ഉടനെ തന്നെ ആ ഓർമ്മ, അതാണ് നിങ്ങളെ തന്നെ മരിച്ചവരെന്ന് എണ്ണുവീൻ. ആ എണ്ണുക, സ്തോത്രം, ആ എണ്ണുക എന്നുള്ള അവസ്ഥ, സ്തോത്രം, അത് പരിശുദ്ധാത്മാവിനാലാണ് ആ പഴയ ആളത്വത്തെ, പാപപ്രകൃതത്തെ മരിപ്പിക്കുന്നത്. ആ മരിപ്പിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ്, അതാ ശവസംസ്കാരം. നോക്കണേ, മരണമടക്കം, പിന്നെ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞ്, പിന്നെ ക്രിസ്തുവിനോട് ഉയർത്ത് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. അതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ആ വിശുദ്ധ ജീവിതത്തിന് നമ്മളെ പ്രാപ്തന്മാരാക്കുവാൻ സ്വയമായി കഴിയുന്നതല്ലത്. അതിന് നമ്മളെ പ്രാപ്തന്മാരാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ വിശേഷ വിധിയായി വ്യാപരിക്കുന്നു. ആ സ്തോത്രം, അതിനുള്ള ശക്തീകരണം നമുക്ക് നൽകുന്ന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നു എന്നുള്ളത് ആത്മസ്നാനത്താൽ തെളിയിക്കപ്പെടുകയാണ്. ആ ആത്മസ്നാനാനുഭവത്തിന്റെ അടയാളമാണ് അന്യഭാഷാ ഭാഷണം. ഇനി ആത്മസ്നാനത്തിന്റെ അടയാളമായി അന്യഭാഷാ ഭാഷണം നിയമിക്കപ്പെട്ടിരിക്കുന്നതിന് തന്നെ നല്ല ദൈവശാസ്ത്രജ്ഞന്മാർ അതിനൊരു വിശദീകരണം തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാറുണ്ട്. അതായത് യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നാവിനെ കുറിച്ച് ഒരു നല്ല വിവരണം നമുക്ക് കാണാൻ കഴിയും. എന്റെ ശരിക്കും പറഞ്ഞാൽ അതൊന്ന് വായിക്കണം തന്നെ കേട്ടോ. നാവിനെ കുറിച്ച്, ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. നമ്മുടെ ആന്തരിക ആളത്വത്തിന്റെ പ്രകടനമാണ് നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത്. സോ വാട്ട് വി ആർ ഈസ് മെയിൻലി എക്സ്പ്രസ്ഡ് ത്രൂ അവർ വേർഡ്സ്, അല്ലേ? സ്തോത്രം. ബുദ്ധിപൂർവ്വം നമ്മൾ വാക്കൊക്കെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ അങ്ങനെ അറിയാതെ അങ്ങ് വിളിച്ചു പറഞ്ഞു പോകും ആ വാക്കുകൾ. അപ്പൊ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അപ്പോൾ എന്നിട്ടോ നാക്കാണേലോ, പക്ഷേ നാക്കിന്റെ മേൽ ഒരു നിയന്ത്രണവും നമുക്കില്ല. മൃഗം, പക്ഷി, ഇഴജാതി ഇതയൊക്കെ മനുഷ്യനെ കീഴ്പ്പെടും. വന്യമൃഗങ്ങളെയൊക്കെ മനുഷ്യൻ മെരുക്കി കൂട്ടിലിട്ട് കളിപ്പാട്ടങ്ങളാക്കും. അവനെ കൂച്ചു വിലങ്ങിട്ട് നമ്മുടെ ഭാരമുള്ള പണി അവനെ കൊണ്ട് ചെയ്യിക്കും. വിഷപ്പാമ്പുകളെ മാലയിട്ട് മനുഷ്യൻ നൃത്തം ചവിട്ടി ഇതൊക്കെ ചെയ്യുമെങ്കിലും, ഇതിന്റെ മേലൊക്കെ മനുഷ്യൻ ആധിപത്യം സ്ഥാപിക്കുമെങ്കിലും നാക്കിന്റെ കാര്യം വരുമ്പോ അയ്യോ അങ്ങ് പറഞ്ഞു പോയി, അയ്യോ ഞാൻ ഉദ്ദേശിച്ചതല്ല, അങ്ങ് പറഞ്ഞു പോയി എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നാക്കിന്റെ മേൽ ഇവന് പലപ്പോഴും നിയന്ത്രണമില്ലാതെ പോകും. നോക്കണേ, സ്തോത്രം. അത് നാക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നരകത്തിൽ നിന്ന് ഇച്ചിരി തീ കൊണ്ടുവന്ന് ജീവചക്രത്തിൽ കൊളുത്തുന്ന തീയാണ് തീക്കൊള്ളിയ നാക്കെന്നാ പറയുന്നത്. ഈ നാക്ക് നരകത്തീ കത്തിച്ചോണ്ട് വന്ന് ജീവചക്രത്തെ കൊളുത്തുന്നു. നിങ്ങൾ അവിടെ വായിച്ചു നോക്ക്, സ്തോത്രം. ഭയങ്കര മരണകരമായ വിഷം നിറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ നാക്ക്, അയ്യോ ഭയങ്കരമായ നാക്ക്, മരണകരമായ വിഷം നിറഞ്ഞ ഈ നാക്ക്, സ്തോത്രം, നമ്മുടെ നിയന്ത്രണത്തിന് മീതെയാ. എന്നാൽ അത് നമ്മുടെ പഴയ പാപപ്രകൃതത്തിന്റെ ആ സ്വഭാവം, ആ പാപപ്രകൃതത്തെ വെളിപ്പെടുത്തുന്നതായി പോകുന്ന നോക്കണേ. എന്നാൽ ആ നാക്കിന്റെ മേൽ, അതായത് പാപപ്രകൃതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമുണ്ടായി എന്ന് വെളിപ്പെടുത്തുന്നതാണ് അന്യഭാഷാ ഭാഷണം. സ്തോത്രം. സ്വയമായി ഒരുവന് പറയാൻ കഴിയാത്ത വാക്കുകൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലും ശക്തീകരണത്താലും നിയോഗത്താലും ആത്മാവിൽ അവൻ സ്വയമായി പറയാത്ത ദൈവിക മർമ്മങ്ങൾ അന്യഭാഷയായി ദൈവസന്നിധിയിൽ, സ്തോത്രം, ഉച്ചരിച്ച് ആത്മിക വർധന പ്രാപിച്ച് ദൈവത്തോട് സംസാരിക്കുന്ന ആ അവസ്ഥയാണ്, ആ അനുഭവമാണ് അന്യഭാഷാ ഭാഷ തെളിയിക്കപ്പെടുന്നത്. അത് ആത്മസ്നാനത്തിന്റെ അടയാളമായിരിക്കുന്നത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഒരു കാര്യം മറക്കുക, അന്യഭാഷ പറയുന്നവര് പിന്നെ അസ്തോദ്യ ഭാഷ പറയരുത് കേട്ടോ. നമ്മൾ ഓർത്തോണം, അന്യഭാഷാ ഭാഷണത്തോട് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ പാപപ്രകൃതത്തിന്റെ മേൽ വിജയം തരുവാൻ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു എന്ന്, സ്തോത്രം, നിങ്ങൾ ഓർത്തുകൊള്ളുക. ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവമാണ് അന്യഭാഷാ ഭാഷണം. സ്തോത്രം. അയ്യോ, ഇന്ന്
അന്യഭാഷാ പഠനത്തെ കുറിച്ചുള്ള യുവിന്റെ പുനഃ ഇന്നൊക്കെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവുമല്ലോ. ഇവിടെ ഈ ആ കൊട്ടാരക്കര സൈഡില് ഒരു ഹിന്ദു സ്നേഹിതൻ, ഒരു ഹിന്ദു സഹോദരൻ, അവനെ ഉപദേശിയുടെ വേഷം ധരിച്ച് ഒരു വീട്ടിൽ ചെന്ന്, അയ്യോ അവനങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പോലീസുകാർ അവനെ പിടിച്ചോ, അവനെ എന്നിട്ട് ആ വീട്ടമ്മയുടെ മാല പിടിച്ചോണ്ട് സ്ഥലം വിട്ടു. അവനെ പോലീസ് പിടിച്ചോണ്ട് വന്ന് അവനോട് പറഞ്ഞു, നീ അവിടെ പ്രാർത്ഥിച്ചങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ നല്ല അയ്യോ അന്യഭാഷ പറയുന്നുണ്ട. എന്നാ അന്യഭാഷ പറയുന്നത് നിങ്ങൾ ചിലപ്പോ കേട്ട് കാണുമായിരിക്കുമല്ലോ എന്റെ പൊന്നപ്പനെ. അപ്പൊ ഞാനങ്ങ് ഓർത്തുപോയി, നമ്മുടെ ഈ ചൊവ്വ വീണ്ടും ജനിക്കാത്ത കുറെ പാട്ടുകാര്, അവര് ഈ കുറെ നേരം ഈ വാദ്യോപകരണങ്ങളുടെ മുഴക്കം അങ്ങോട്ട് സ്പീഡ് അങ്ങോട്ട് കൂട്ടി, അതിന്റെ ടെമ്പോ അങ്ങോട്ട് കൂട്ടി വെച്ച് ഇത് തന്നെ ഉണ്ടാക്കി പറയും. എന്റെ പൊന്ന് സഹോദരങ്ങളെ, അന്യഭാഷ നിങ്ങൾ ഉണ്ടാക്കി പറയരുത്, ഉണ്ടാക്കി പറയരുത്. പരിശുദ്ധാത്മാവിനെ പരിഹസിക്കരുത്. മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിന് ന്യായവിധി ദിവസം കണക്ക് ബോധിപ്പിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അന്യഭാഷ സംസാരിക്കാനുള്ള അനുഭവം നൽകിയിട്ടില്ലെങ്കിൽ അതിനായി ദാഹിക്കുക, അതിനായി തീവ്രമായി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. അല്ലാതെ ഉണ്ടാക്കി പറയുന്നത്. പാട്ടുകാരായ എന്റെ പൊന്നു സൗരങ്ങളെ, പരിശുദ്ധാത്മാ അന്യഭാഷാ പാട്ട് നിങ്ങൾ ഉണ്ടാക്കി പാടരുത്, പറയരുത്. നമ്മുടെ ഇടയിലെ കുറെ അന്യഭാഷ പറയുന്നതാണ് ആരാധന എന്ന തികച്ചും വേദവിരുദ്ധമായ ഒരു നടപടി നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. ആരാധന എന്ന് പറഞ്ഞാൽ യാഗമെന്നാണ്. എനിക്ക് അത് വേറെ വിഷയം. അങ്ങോട്ട് പോയാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഭയങ്കര ഉള്ളിലങ്ങനെ തിളയ്ക്കുക സൗരങ്ങളെ. പരിശുദ്ധാത്മാനെ പരിഹസിക്കുന്ന രീതിയിലേക്ക് പെന്തക്കോസ്ത് സമൂഹം ആധപ്പതിച്ചു. എന്താ പറയണത്? ഇന്ന് അമ്പലത്തിൽ പോയി പാടും, നാളെ നമ്മുടെ വേദി വന്നിരുന്നുകൊണ്ട് ഉണ്ടാക്കി അന്യഭാഷ പറയുന്ന അങ്ങനെയുള്ള ആളുകൾ, അവരെ നമ്മള് ഒഴിച്ചു നിർത്തിക്കോണം. അവരുമായി നമുക്ക് ബന്ധമുണ്ടാകരുത്. പോട്ടെ, അയ്യോ അങ്ങനെ പറഞ്ഞു പോയ നേരം പോവല്ലോ. അതുകൊണ്ട് അന്യഭാഷ പറയുന്ന അല്ല ആരാധന, കേട്ടോ, മറക്കല്ല്. മുഴു ജീവിതവും ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി യാഗമായി അർപ്പിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ആരാധന. സ്തോത്രം. ഞാനീ പറഞ്ഞു ഒരു വാക്ക് ചുമ്മാ പറഞ്ഞല്ല, ഗൗരവമുള്ള വാക്ക്. ഇതിന്റെ മുഴുവൻ ഗൗരവത്തിൽ നിങ്ങൾ എടുക്കണം. സ്തോത്രം. ഉണ്ടാക്കി അന്യഭാഷ പറയല്ല. നിങ്ങളുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ ആ ആത്മസ്നാനാനുഭവത്തിന്റെ അടയാളമായി ആത്മാ ഉച്ചരിക്കാൻ തരുന്നത് പറഞ്ഞോണം. അത് ഷോ ആക്കണ്ട, അത് ഷോ ആക്കണ്ട. സ്തോത്രം. അത് നിങ്ങൾ ദൈവവുമായുള്ള സംഭാഷണം, നിങ്ങൾ ആത്മീയർച്ചന പ്രാപിക്കുന്നത് എന്ന് പൊതുവായി ആത്മാവിന് വലിയ നിറവുണ്ടാകുമ്പോൾ ചിലപ്പോൾ പൊതുവിൽ അന്യഭാഷയിൽ ദൈവത്തെ ഒരുമിച്ച് സ്തുതിച്ചെന്ന് വരാം. പക്ഷെ അതിനൊരു ഭംഗിയുണ്ട്, അതിനൊരു ചേലുണ്ട്, അതിനൊരു ആത്മിക ചൈതന്യമുണ്ട്. സ്തോത്രം. ആവേശമല്ല അഭിഷേകം. പോട്ടെ, സ്തോത്രം. ആട്ടെ. അപ്പോൾ അപ്പൊ അഭിഷേകം ഞാൻ പറഞ്ഞു, ആത്മസ്നാനം ഞാൻ പറഞ്ഞു. ഇനി ആത്മനിറവാണ്. ആത്മനിറവെന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച് അതിജീവിക്കുവാനായി പരിശുദ്ധാത്മാവ് വിശേഷാൽ അവന്റെ മേൽ ശക്തിയോടെ വ്യാപരിക്കുന്ന അനുഭവമാണ് ആത്മനിറവ്. സ്തോത്രം. അപ്പോസ്തലന്മാരോട് അധികാരികൾ പറഞ്ഞു, മേലാൽ ഈ നാമത്തിൽ സംസാരിക്കാന്ന് പറഞ്ഞ് അവരെ അടിപ്പിച്ചു, അപമാനിച്ചൊക്കെ വിട്ടയച്ചു. അവർ വന്ന് സൗരന്മാരോട് ഇത് പറഞ്ഞപ്പോൾ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവിടെ മേൽ വ്യാപരിച്ചു. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ പ്രതിസന്ധിയെ അതിജീവിച്ച്, സ്തോത്രം, അഭിമുഖീകരിച്ച് അതിജീവിക്കുവാൻ വിശേഷ വിധിയായി പരിശുദ്ധാത്മാവിന്റെ മേൽ ശക്തിയോടെ വ്യാപരിച്ച് നമ്മളെ അതിനായി ബലപ്പെടുത്തുന്ന ആത്മാവിന്റെ അനുഭവമാണ് ആത്മനിറവ്. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഹല്ലേലൂയ. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഒരു പ്രതിസന്ധി വരുമ്പോൾ അതാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പിന്നെ ആത്മമുദ്ര നമുക്കറിയാമല്ലോ, ആത്മാവെന്ന അച്ചാരം. അതിപ്പോ ഇന്നത്തെ ദേശകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാറുണ്ട്. സ്തോത്രം. പ്രിയ ആത്മഫലം കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി.
പിന്നെ അതുപോലെ തന്നെ ആത്മവരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ നമുക്കറിയാമല്ലോ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് അതുപോലെ 15-ാം അധ്യായത്തിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചെല്ലാം വായിക്കുന്നുണ്ട്. സ്തോത്രം. അതും എന്റെ വിഷയമല്ലല്ലോ, നേരം പോകുന്നതുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പൊ ആത്മസ്നാനം, ആത്മ അഭിഷേകം, ആത്മനിറവ്, സ്തോത്രം, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇച്ചിരി വിശദമായിട്ട് പറയുവാനിടയായി. സ്തോത്രം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കതുപോലെ അത് വ്യക്തമായി അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് ന്യായമായി എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ പാസ്റ്ററോട് ചോദിക്കണം, അല്ല അങ്ങേരോട് തന്നെ ചോദിച്ചോളൂ എന്ന് നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. വാട്സാപ്പൊക്കെ ഉണ്ടല്ലോ, വിട്ടാ ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ മറുപടി തരാം. സ്തോത്രം. ഞാൻ പറഞ്ഞ വാക്കുകൾ അതിന് വിശദീകരണം തരുവാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. ആട്ടെ, മുമ്പോട്ട് പോകുന്നു. തേജസ്കരണമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സ്തോത്രം. തേജസ്കരണം. തേജസ്കരണം എന്ന് പറഞ്ഞാൽ രക്ഷാപൂർത്തിയാണ്. നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വം, തേജസ് പ്രാപിക്കുവാനാണെന്ന് നമ്മൾ കുറിവാക്യമായിട്ട് അത് എടുത്തായിരുന്നു. നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് കരുതുന്നു. 2 തെസ്സലോനി 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു. നീതീകരണം, വിശുദ്ധീകരണം, 3 തേജസ്കരണം. തേജസ്കരണമാണ് രക്ഷാപൂർത്തി. ഇന്ന് വരെ ആരും രക്ഷാപൂർത്തി പ്രാപിച്ചിട്ടില്ല. എബ്രായലേഖനം 11-ാം അധ്യായം 40-ാമത്തെ വാക്യം. വിശ്വാസ വീരന്മാരുടെ പട്ടിക കൊണ്ട് പറഞ്ഞേച്ച് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. രക്ഷാപൂർത്തി ആണ് തേജസ്കരണം. അതാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവാനുരൂപതയായി അവന് ഗുണവിശേഷങ്ങൾ, 4 ഗുണവിശേഷങ്ങൾ നൽകിയതായി തിരുവെഴുത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറഞ്ഞിരിക്കുന്ന 4 ഗുണവിശേഷങ്ങൾ. 1 നീതി, 2 വിശുദ്ധി. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം. നമുക്ക് നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പൊതുമനുഷ്യൻ. അപ്പോൾ നീതി, വിശുദ്ധി. അപ്പൊ നീതീകരണവും വിശുദ്ധീകരണവും കണ്ടല്ലോ. നീതീകരണവും വിശുദ്ധീകരണവും. ഇനി അടുത്തത് പരിജ്ഞാനം. കൊലോസ് ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. അപ്പോൾ വിശുദ്ധീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പരിജ്ഞാനമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാം. 3-ാമത്തത് തേജസ്. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ കാണുന്നു. തേജസ് മാത്രമല്ല, സ്തോത്രം, ആദമഹവ്വമാര് പാപം ചെയ്തപ്പോൾ അവരെ ചുറ്റിയിരുന്ന തേജസ് വിട്ടുപോയി, നമുക്കറിയാം. സ്തോത്രം. പ്രിയപ്പെട്ട, അപ്പോൾ നീതി, ദൈവം മനുഷ്യന് നൽകിയത് നീതി. മനുഷ്യൻ നീതിമാനായി സൃഷ്ടിച്ചു, കളങ്കമില്ലാത്തവനായി നീതിമാനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സ്തോത്രം. അതാണ് നിഷ്കന്മഷ യുഗം എന്നല്ലേ പറയുന്നത്, കളങ്കമില്ലാത്ത യുഗം. സ്തോത്രം. നിഷ്കന്മഷ യുഗം. നീതി. 2 വിശുദ്ധി. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ വിശുദ്ധിയുള്ളവനായി സൃഷ്ടിച്ചു. വിശുദ്ധിയുള്ളവനായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം വേർതിരിച്ച് സമർപ്പിക്കുന്നതാണ് വിശുദ്ധി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, മറക്കല്ല് കേട്ടോ, പ്ലീസ്. സ്തോത്രം. ശുദ്ധവും വിശുദ്ധവും നമ്മൾ വ്യത്യാസമൊക്കെ ഞാൻ പറഞ്ഞു. ശുദ്ധീകരിക്കുക എന്ന് വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാലും എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നീതീകരണത്തിൽ ശുദ്ധീകരണമാണ് നടക്കുന്നത്. നമ്മുടെ സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നീതീകരണത്തിൽ ശുദ്ധീകരണം നടക്കുന്നു. സ്തോത്രം. വിശുദ്ധീകരണത്തിൽ നാം നമ്മളെ തന്നെ കർത്താവിനായി വേർതിരിച്ച് ഏൽപ്പിക്കുന്നു. ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാമായിരുന്നു അവൻ ദൈവത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന്. He had the inner insight and that deep-rooted conviction that he is created by God for himself. God had created him for him. ദൈവം അവനെ ദൈവത്തിനായി സൃഷ്ടിച്ചതാണെന്നുള്ളത്. സ്തോത്രം. ആദമിന് നല്ല ഉൾബോധമുണ്ടായിരുന്നു. യെശയ്യാവിന്റെ പോലെ 43-ാം അധ്യായത്തിന്റെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവ് പറയുക, ഞാൻ എനിക്കായി നിർമ്മിച്ച എൻ്റെ ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. യെശയ്യാവിന്റെ പ്രവചനം 43-ാം അധ്യായം 21-ാം വാക്യം. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. കേട്ടോ, കർത്താവ്, വി ആർ ക്രിയേറ്റഡ് ബൈ ഗോഡ് ഫോർ ഹിം.
ദൈവം നമ്മെ അവിടുത്തേക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ബാക്കി സകല സൃഷ്ടിജാലങ്ങളെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. നമ്മളെ കർത്താവിന് വേണ്ടി സൃഷ്ടിച്ചു. സ്തോത്രം. അതല്ലേ നമ്മൾ പറയും, നമ്മൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. നോക്കണേ, സകല സൃഷ്ടികളും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. സകലത്തെയും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. നമ്മെ ദൈവത്തിനു വേണ്ടി സൃഷ്ടിച്ചു. നോക്കണേ, ഇത് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. പൗലോസോ അപ്പലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. ഇത് രക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. എന്റെ വിശീലനത്തിൽ ഇപ്പൊ നിൽക്കുന്നില്ല. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ക്രിസ്തു ദൈവം അല്ല നല്ലൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവായുള്ള ത്രിയേകത്വത്തിൽ രണ്ടാം ആളത്വമായവൻ ക്രിസ്തുവായി വെളിപ്പെട്ടത് ദൈവത്തിനുള്ളവനായിട്ടാ, ദൈവിക പദ്ധതിയുടെ നിർവാഹകനായിട്ടാണ്. ദൈവത്തിനുള്ളവനായി ദൈവമായവൻ തന്നെ വെളിപ്പെട്ടതാണ്. സ്തോത്രം. പ്രിയപ്പെട്ട, ഈ രണ്ടാം ആളത്വം, ഒന്നാം ആളത്വം, മൂന്നാം ആളത്വം എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് സ്ഥാനത്തിന്റെ ഏറ്റക്കുറച്ചിലല്ല. ഇറ്റ്സ് നോട്ട് ദ ഹൈറാർക്കി. ആ സ്ഥാനത്തിന്റെ ഏറ്റക്കുറച്ചിലല്ല, പദവിയുടെ ഏറ്റക്കുറച്ചിലല്ല. പിന്നെയോ വെളിപ്പാടിന്റെ ക്രമമാണ് അതിൽ ഉദ്ദേശിക്കപ്പെടുന്ന. വെളിപ്പാടിന്റെ ക്രമമാണ്. പിതാവായ ദൈവത്തെ ഒന്നാം ആളത്വം എന്ന് പറയുമ്പോൾ വെളിപ്പാടിന്റെ ക്രമമാണ്. യേശുക്രിസ്തുവിനെ രണ്ടാം ആളത്വം എന്ന് പറയുമ്പോൾ വെളിപ്പാടിൽ രണ്ടാമനായി വന്നൻ. പരിശുദ്ധാവിനെ മൂന്നാം ആളത്വം പറയുമ്പോൾ വെളിപ്പാടിൽ മൂന്നാമത് വെളിപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വെളിപ്പാടിന്റെ ക്രമത്തെയാണ് രണ്ടാം ആളത്വം എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ ഓരോന്നും ദൈവം സൃഷ്ടിച്ച്, അറിയാമല്ലോ, ഈ സസ്യങ്ങളും പക്ഷികളും ഇതിനെ എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. നല്ലതെന്നുള്ളത് ഒരു ആപേക്ഷിക പദമാണ്. ഒന്നിന് നല്ലത്. തലമുടി തലയിലിരുന്ന നല്ലത്, ഉണ്ണുന്ന ചോറിനകത്ത് കിടന്നാൽ നല്ലതല്ല. പ്രിയപ്പെട്ടവരെ നോക്കണേ, അപ്പോൾ ഒന്നിന് അപ്പോൾ നല്ലത് എന്ന് കണ്ടപ്പോൾ ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യനു വേണ്ടി, മനുഷ്യൻ ഇത് നല്ലത് എന്ന് കണ്ടു എന്നാണ്. അപ്പൊ സകലവും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. നമ്മളെ ദൈവത്തിനു വേണ്ടി സൃഷ്ടിച്ചു. ആദമിന് ഉത്ബോധം ഉണ്ടായിരുന്നു. നോക്കണേ, സ്തോത്രം. അതാണ് വിശുദ്ധിയുള്ളവനായി സൃഷ്ടിച്ചു എന്നുള്ളത്. ആ വിശുദ്ധി അവന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ആ ബോധ്യം അവനുണ്ടായത് അവന് പരിജ്ഞാനം കൊടുത്തത് കൊണ്ടാണ്. പരിജ്ഞാനം. ആഡം വാസ് നോട്ട് ആൻ അഡൽട്ട് ചൈൽഡ്. ഒരു അഡൽട്ട് പ്രായപൂർത്തിയായ ഒരു ശിശുവിനെ പോലെ ആയിരുന്നില്ല ആദം. എന്ന് പറഞ്ഞാൽ ആദമിന്റെ ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും എല്ലാം ഈ ഒരു പ്രോഗ്രാം ചെയ്യാത്ത ഒരു കമ്പ്യൂട്ടർ പോലെ ആയിരുന്നില്ല. ഹി വാസ് എ വെൽ പ്രോഗ്രാംഡ് പേഴ്സൺ. അവന് നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്നു. പരിജ്ഞാനം എന്ന് പറഞ്ഞ ജ്ഞാനം വേറെ, പരിജ്ഞാനം വേറെ. ജ്ഞാനം എന്ന് പറയുന്നത് അറിവാണെങ്കിൽ, പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷിയാണ് പരിജ്ഞാനം. സ്തോത്രം. അപ്പൊ ജ്ഞാനത്തിന്റെ വചനമുണ്ട്, പരിജ്ഞാനത്തിന്റെ വചനമുണ്ട്. കൃപാവരങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ ജ്ഞാനത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനമായ യേശുക്രിസ്തുവിലൂടെ ഒരുക്കപ്പെട്ട ആത്മരക്ഷയുടെ സ്തോത്രം, ആഴമായ മാർമിക വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷയാണ് ജ്ഞാനത്തിന്റെ വചനം. ദൈവജ്ഞാനമാണ് യേശുക്രിസ്തുവിലൂടെ ഒരുക്കപ്പെട്ട രക്ഷണ്യ ശുശ്രൂഷ, അല്ലെങ്കിൽ ഒരുക്കപ്പെട്ട രക്ഷാമാർഗം. അതാ നല്ല വാക്ക്, രക്ഷാമാർഗം. സ്തോത്രം. ശ്രദ്ധിക്കണേ, വളരെ ദൈവജ്ഞാനത്തിന് ഏറ്റവും വലിയ വെളിപ്പാടാണ്. നോക്കണേ, നമുക്ക് നോക്കി ഈ സൃഷ്ടിജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ചതിൽ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ ഭൂമി സൃഷ്ടിച്ചതിൽ ദൈവജ്ഞാനം വെളിപ്പെട്ടിരിക്കുന്നതിനേക്കാൾ ആകാശ വിധാനം, ഇതിന്റെ ഈ അടുക്ക്, ഈ മീൻസ് വാതക വലയങ്ങൾ അതിന്റെ കൃത്യമായ അളവിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതിൽ ഈ ഭൂമിയിൽ വെളിപ്പെട്ടതിനേക്കാൾ കൂടിയ ജ്ഞാനം വെളിപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവജ്ഞാനം ഏറ്റവും അധികം വെളിപ്പെട്ടിരിക്കുന്നത് രക്ഷാമാർഗത്തിലാണ്. യേശുക്രിസ്തുവിന്റെ ജഡത്തിലുള്ള വെളിപ്പാടും രക്ഷണ്യ ശുശ്രൂഷയിലുമാണ് ദൈവജ്ഞാനം ഏറ്റവും വെളിപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ
ദൈവത്തിന്റെ സ്നേഹവും പരസ്പരം ഏറ്റുമുട്ടി സ്തോത്രം അവ സംയോജിക്കും. അതാണ് നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. നീതി പറയുന്നു പാപം ചെയ്ത ദേഹം മരിക്കും, പാപിയെ ശിക്ഷിക്കണം, നീതി നീതി നീതി. എന്നാൽ സ്തോത്രം അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞാൽ നോക്കണേ, ദൈവത്തോട് സമാധാനമില്ലാതെ അന്യപ്പെട്ടു പോയ മനുഷ്യൻ, ആ സമാധാനം സ്തോത്രം നോക്കണേ, ആ സമാധാനം മനുഷ്യൻ അനുഭവിക്കത്തക്കതുപോലെ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ആ ചുംബിച്ചത് ക്രൂശിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ സ്നേഹം ഫലകരമാകുകയും ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടുകയും ചെയ്തതാണ് സ്തോത്രം യേശുക്രിസ്തുവിന്റെ കാൽവറി ബലി. ഹല്ലേലൂയ. അപ്പോൾ നോക്കണേ, അതാണ് ആ ദൈവജ്ഞാനം, അതാ ജ്ഞാനത്തിന്റെ വചനം. എന്നാൽ പരിജ്ഞാനത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ, അതായത് വിശുദ്ധീകരണത്തിൽ സ്തോത്രം വകതിരിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവ പ്രസാദമുള്ള ജീവിതം നയിക്കത്തക്കതുപോലെ നമ്മൾ പ്രാപിക്കുന്ന ഉൾക്കാഴ്ചയാണ് പരിജ്ഞാനം. സ്തോത്രം. അത് പ്രബോധനം നൽകുന്നത് പരിജ്ഞാനമാണ്. സ്തോത്രം. നോക്കണേ, അപ്പോൾ പരിജ്ഞാനം, ഇതിനെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കല് കേട്ടോ. പരിജ്ഞാനമാണ് വിശുദ്ധീകരണത്തിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ദൈവിക പരിജ്ഞാനം. സ്തോത്രം. അതാണ് പരിജ്ഞാനം ഇല്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ദൈവിക പരിജ്ഞാനം വിശുദ്ധീകരണത്തിൽ ശരിയും തെറ്റും, ദൈവപ്രസാദമുള്ള ദൈവപ്രസാദം ഇല്ലാത്തതും, യോഗ്യമായതും അയോഗ്യമായതും, വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വകതിരിച്ച് കാണാൻ, അത് പരിജ്ഞാനം. അപ്പോൾ നീതീകരണത്തിൽ ദൈവനീതി നമ്മൾ പാപത്താൽ നഷ്ടപ്പെട്ട നീതി നാം തിരികെ പ്രാപിക്കുന്നു. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ്, ദൈവത്തിനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് ആദവനുണ്ടാകുന്ന ഉൾബോധം. ആ ഉൾബോധം നമുക്ക് ഉണ്ടാകുന്നു. ഞാൻ എന്റെ കർത്താവിനായി സമർപ്പിക്കുന്നു. എന്റെ കർത്താവ് എന്നെ തനിക്കായി സൃഷ്ടിച്ചു. പക്ഷെ ഞാൻ നഷ്ടപ്പെട്ടു പോയിടത്തുനിന്ന് കർത്താവ് തന്നെ എനിക്ക് പകരം യാഗമായി ഏൽപ്പിച്ച് എന്നെ വിലയ്ക്ക് വാങ്ങി തന്റെ വകയാക്കി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനുള്ളവനാണ്. അപ്പോൾ ഏത് കാര്യം ചെയ്താലും ദൈവത്തിന് ഹിതകരമായി, ദൈവത്തിന് പ്രസാദകരമായി ചെയ്യുന്നു. അതാണ് വിശുദ്ധീകരണം. സ്തോത്രം. അപ്പോൾ നീതി, വിശുദ്ധി, പരിജ്ഞാനം. അതിനകത്ത് പരിജ്ഞാനം ഏറ്റവും പ്രധാനം പറഞ്ഞു. അടുത്തത് തേജസ്. ആ തേജസ്, അതാ രക്ഷാപൂർത്തി. അതാണ് രക്ഷയുടെ മൂന്നാം ഘട്ടം. അപ്പോൾ ദൈവാനുരൂപതയായി മനുഷ്യൻ പ്രാപിച്ചിരുന്ന നീതി, വിശുദ്ധി, തേജസ്, പരിജ്ഞാനം, തേജസ്, അങ്ങനെ പറയുന്നത് നല്ലത്. നോക്കണേ, അപ്പോൾ അതിൽ നീതീകരണത്തിൽ നീതി മനുഷ്യൻ ലഭിക്കുന്നു. അതിലും പരിജ്ഞാനം വേണം കേട്ടോ, തിരിച്ചറിവ്. കാര്യം നമ്മളെ കുറിച്ച്, അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. സ്തോത്രം. നമ്മളെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് പരിജ്ഞാനം അതിനകത്തുണ്ട്. നീതി. സ്തോത്രം. 2 വിശുദ്ധി. നാം ദൈവത്തിനുള്ള, അപ്പൊ നീതീകരണത്തിൽ നീതി നാം പാപത്താൽ നഷ്ടപ്പെട്ട നീതി നാം തിരികെ പ്രാപിക്കുന്നു. വിശുദ്ധി, ആ ഉൾബോധം, ഞാൻ ദൈവത്തിലുള്ളവരാണെന്നുള്ള ഉൾബോധവും സമർപ്പണവും, അത് അവന് നഷ്ടപ്പെട്ട നമ്മൾ തിരികെ പ്രാപിക്കുന്നു. സ്തോത്രം. ഇനി തേജസ്. പരിജ്ഞാനം ഇതിനകത്തുണ്ട്, രണ്ടിനും ചേർന്ന് വരുന്ന. ഇനി തേജസ്. ആ തേജസ് പ്രാപിക്കുന്നതിനുള്ള ഒരുക്കത്തിലും പരിജ്ഞാനം പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, ആദമിന് സംഭവിച്ച അമളി എന്താന്ന് ചോദിച്ചാൽ, അവന് മത്സരിച്ചോ. ഹൗവ ഈ വിലക്കപ്പെട്ട കരി പറിച്ച് അങ്ങോട്ട് കൊടുത്തപ്പോ, സ്തോത്രം, അവനെന്താ, ഹൗവയെ കണ്ടപ്പോഴേ ദൈവം പരിചയപ്പെടുത്താനൊന്നും ആദാം നിന്നില്ല. ഇത് എന്റേതാന്ന് പറഞ്ഞ് അങ്ങ് അവകാശപ്പെട്ടു. ദൈവമേ, എനിക്ക് ഈ കൂട്ടാളിയെ തന്നതിന്, തക്കതുടയെ തന്നതിന് നന്ദിയെന്നോ ഒന്നും പറഞ്ഞില്ല. പരിചയപ്പെടുത്താൻ ഒന്നും വന്നിരുന്നില്ല. നമ്മൾ സാധാരണ പറയും, കല്യാണത്തിന് ആദം ഹൗവമാരെ സംയോജിപ്പിച്ചത്. ശരിയാ, സംയോജിപ്പിച്ചു. പക്ഷേ അങ്ങനെ ഒരു കാർമ്മിക ശുശ്രൂഷയൊന്നും ദൈവം ചെയ്യുവാൻ ആദം അവിടെ ക്ഷമ കാണിച്ചില്ല, സാവകാശം കാണിച്ചില്ല. കണ്ടപ്പോഴേ ഇതെന്റെ അസ്ഥിയിൽ അസ്ഥി, എന്റെ മാംസത്തിൽ മാംസം, എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞങ്ങ് അവകാശപ്പെട്ടു. അപ്പോൾ ദൈവത്തോട് അവൻ ഉണ്ടായിരിക്കേണ്ട കമ്മിറ്റ്മെന്റ് ആൻഡ് ലോയൽറ്റിയേക്കാൾ ഭാര്യയോടുള്ള കമ്മിറ്റ്മെന്റ് ആൻഡ് ലോയൽറ്റിക്ക് അവൻ പ്രാധാന്യം കൊടുത്തു. സ്തോത്രം. അത് അവന്റെ പാളിച്ചയിൽ സംഭവിച്ച ഒരബദ്ധമാ. അതായത് വിശുദ്ധി, ഞാൻ ദൈവത്തിലുള്ളവനാണ് എന്നുള്ള ചിന്തയേക്കാൾ ഞാൻ എന്റെ അസ്ഥിയിൽ അസ്ഥിയുടെ മാംസവുമായി ഇവൾക്കുള്ളവനാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നുപോയി. സ്തോത്രം. യഹൂദന്മാരുടെ ഇടയിലെ ഐതിഹ്യമുണ്ട് കേട്ടോ. ഈ കൊടുത്തപ്പം
അവനിങ്ങനെ വാങ്ങിച്ചു. അയ്യോ ഇതൊരു വിലക്കപ്പെടെ, അയ്യോ ഇത് നീ കഴിച്ചല്ലേ, ഇത് കഴിച്ചു, ഞാൻ കഴിച്ചു, അയ്യോ മരണം. എന്നാലും ഞാൻ നിന്നെ ഈ സാഹചര്യത്തിൽ വിടുകയല്ല എന്ന് പറഞ്ഞ് ഹവ്വായുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി എന്ന ചിന്തയോടുകൂടി അവനതങ്ങ് തിന്ന് ഇറക്കുന്നതിന് അവൻ കാഴ്ച പിടിച്ചു എന്നാ അവരുടെ ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് ഇത് ആദാം സാപ്പിള്, പുരുഷന്മാർക്കുള്ള ആദാം സാപ്പിൾ എന്നാ പറയണത്. ഓടോട് വിശുദ്ധി. എന്റെ പൊരുതവരങ്ങളെ, ഇത് ഞാൻ ദൈവത്തിനുള്ളവനാണ് എന്നുള്ളതിനേക്കാൾ ഞാൻ എന്റെ കുടുംബത്തിലുള്ളവനാണെന്ന് പോലും ചിന്തിക്കരുത് കേട്ടോ. കുടുംബത്തെക്കാളേറെ കർത്താവിനെ സ്നേഹിച്ചോണം. നോക്കണേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ നേരം പോലും വന്നോട്ടെ. സ്തോത്രം. അപ്പൊ ഈ രക്ഷയുടെ 3 ഘട്ടങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ദൈവാനുരൂപതയിൽ ദൈവം മനുഷ്യന് നൽകിയതും പാപത്താൽ നഷ്ടപ്പെട്ടതുമായ ഈ പദവികൾ നമ്മൾ തിരികെ പ്രാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അടുത്തത് ഈ രക്ഷയുടെ 3ാമത്തെ ഘട്ടമാണ് വിശുദ്ധീകരണം, തേജസ്കരണം. ഞാൻ പറഞ്ഞല്ലോ, ഈ തേജസ്കരണം എന്ന് പറയുന്നത്, സ്തോത്രം, പ്രിയപ്പെട്ടവര്, രക്ഷയുടെ ഭാഗമാണ്, രക്ഷയുടെ പൂർത്തീകരണമാണ്. ഇതിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ് സാധിക്കുന്നത്. അപ്പോൾ നീതീകരണത്തിൽ ആത്മാവിന്റെ വീണ്ടെടുപ്പ്, വിശുദ്ധീകരണത്തിൽ ദേഹിയുടെ വീണ്ടെടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തേജസ്കരണത്തിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അതാണ് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 23, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. 23, 20 പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണാത്തതിനായി പ്രത്യാശിക്കുന്നത് എന്തിന്? അതിന് തൊട്ട് മേളത്തെ സ്തോത്രം, അതിന്റെ 23 ഞാൻ വായിക്കാൻ വിട്ടുപോയി, ക്ഷമിക്കണം. 23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ജരങ്ങുന്നു. ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വം. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെടുക, കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നതിന്, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ തേജസ്കരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. അപ്പോൾ നീതീകരണത്തിൽ ആത്മാവിന്റെ വീണ്ടെടുപ്പ്, വിശുദ്ധീകരണത്തിൽ ദേഹിയുടെ വീണ്ടെടുപ്പ് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നു. തേജസ്കരണത്തിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. സ്തോത്രം. പാപത്തിന്റെ ഫലമായി ആത്മാവ് നിർജീവമായി, ദേഹി വഷളായി, ദേഹം ബലഹീനമായി. സ്തോത്രം. അപ്പോൾ ദേഹത്തിന് ബലഹീനത മാറി. ആദ്യം പ്രകടമായി സംഭവിച്ചത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് തേജസ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള. ആ നഷ്ടപ്പെട്ട തേജസ് അത് നഷ്ടപ്പെടാമായിരുന്ന തേജസ്സാ. പക്ഷെ ഇനി നമ്മൾ പ്രാപിക്കാൻ പോകുന്നുണ്ടല്ലോ നിത്യ തേജസ്സ. നിത്യത. അതാണ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ, യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷ. അപ്പോൾ കർത്താവിന്റെ തേജസ് എന്ന് പറയുന്നത് നിത്യ തേജസ്സ. ശ്രദ്ധിച്ചാ പറയാ. അതായത് പണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. മോശ 40 പർവ്വതത്തിലായിരുന്നപ്പോൾ മുഖം പ്രകാശിച്ചു. താഴെ വന്നപ്പോൾ ആളുകൾക്ക് കാണാൻ മേല, മൂടുപട ഇട്ടു. മൂടുപടത്തെ തുളച്ചുവരാൻ ശേഷിയില്ലായിരുന്നു. അത് മങ്ങിപ്പോയി. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രയേൽ കാണാതിരിക്കേണ്ട ഒരു മൂടുപട ഇട്ടു. അപ്പോൾ അത് താൽക്കാലിക തേജസ്സായിരുന്നു. എന്നാൽ യേശുക്രിസ്തു നമ്മൾ പ്രാപിക്കുന്നത് നിത്യ തേജസ്സാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് കാണിച്ചു തരാം. അതായത് 2 കൊരിന്തി 4-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. 2 കൊരിന്തി 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവും. നിത്യ തേജസ്സിനായി വിളിക്കപ്പെട്ടവരെന്ന് സ്തോത്രം പത്രോസിനേഹത്തിലുണ്ട്. നിത്യ തേജസ്സിനായി നമ്മളിനി പ്രാപിക്കാൻ പോകുന്ന തേജസ്സിന് മങ്ങുകയില്ല കേട്ടോ. സ്തോത്രം. മങ്ങുകയില്ല. സ്തോത്രം. അത് നഷ്ടപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് യേശുക്രിസ്തുവിന്റെ മഹത്വം, നമ്മൾ പ്രാപിക്കാൻ പോകുന്ന നിത്യ തേജസ്. അത് പ്രത്യാശയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെന്നാ ശരിയാകുന്നേ. എന്നിട്ട് താഴെ പറയുക, കാണുന്ന പ്രത്യാശയല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ഒരു രക്ഷാനുഭവം നമുക്ക് മുമ്പിലുണ്ടെന്ന്. അത് നമ്മൾ പ്രത്യാശയോടെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്.
ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ആ പുത്രത്വത്തിന്റെ പുറമേയുള്ള വെളിപ്പാട്, അതാണ് 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2 അത് ഒന്നുകൂടെ അങ്ങ് പറയാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. സ്തോത്രം. ലോകം അവനെ അറിയായികയാൽ നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ നിർമ്മലീകരിക്കണം. അതിന് തേജസ്കരണത്തിനാൾ ഒരുക്കം എന്ന ഭാഗത്ത് അത് പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. നേരം കിട്ടുകയാണെങ്കിൽ പറയാം. സഹോദരങ്ങളെ ശ്രദ്ധിക്കാട്ടെ. സ്തോത്രം. അപ്പോൾ അത് പുത്രൻ, നമ്മൾ ദൈവമക്കളായിരുന്നു. നിങ്ങളൊന്ന് ഓർത്തിക്കുക, നമ്മളൊക്കെ ദൈവമക്കളാണ്. ഇപ്പൊ ഇവിടെ പുതുപ്പള്ളി കവലയിലോട്ട് ചെന്ന് ഒരു പീഠത്തിലോട്ട് കയറി എന്ന് ഞാൻ വിളിച്ചു, ഞാൻ ദൈവത്തിന്റെ മോനാ, ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ ദൈവത്തിന്റെ മോനാന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഓർഡിനറി ഡ്രൈവർമാരും ചുമട്ടുതൊഴിലാളികളും കൂടെ അത് കൂകി വിളിക്കുക, ഇടയിലാണ് നിർത്തടാ, ദൈവത്തിന്റെ നാണക്കേടാ, ഓന്ത് കടിച്ചോണൊക്കെ ഇരിക്കുന്നത് നീയാണോടാ ദൈവത്തിന്റെ മോൻ, പല്ലുന്തി എല്ലുന്തി നീയാണോടാ ദൈവത്തിന്റെ മോൻ, ദൈവത്തിന് നാണക്കേടാടാ, നിർത്തടാന്ന് പറയും. എന്ന് പറഞ്ഞാൽ കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് ദൈവത്തെ അറിയാൻ മേലാത്തതുകൊണ്ട് എന്നെയും അറിയാൻ മേല. അതാ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു. എന്നാൽ സൗരങ്ങളെ, സ്തോത്രം, എന്റെ കർത്താവ് ഒന്ന് വന്നോട്ടെ. എന്റെ കർത്താവ് വരുമ്പോൾ ഞാൻ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശന്മാരാകും. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചേ. സ്തോത്രം. മോശം ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, എന്റെ ദൈവമേ, നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണം. ഉടനെ കർത്താവ് പറഞ്ഞറിയോ, എന്നെ കണ്ടിട്ട് ആർക്കും പിന്നെ ജീവനോട് ഇരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നീ എന്റെ മുഖം കാണുകയില്ല. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവിടെ ഒരു പാറയുണ്ട്, ആ വിള്ളിലോട്ട് കയറി നിന്നോ, ഞാൻ നിന്നെ എന്റെ കൈ കൊണ്ട് മറച്ചേക്കാം, ഞാൻ കടന്നു പോകുമ്പോൾ നീ എന്റെ പിൻഭാഗം ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. സ്തോത്രം. അവിടെ കർത്താവ് പറഞ്ഞ ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. എന്നെ കണ്ടിട്ട് പിന്നെ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടാൽ പിന്നെ മാറ്റം വരാതിരിക്കാൻ ഒക്കുകയില്ല. സ്തോത്രം. അതിനെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് പറയാം. പ്രിയപ്പെട്ട, അതാണ് കർത്താവ് വരുമ്പോൾ കർത്താവിനെ താൻ ഇരിക്കും പോലെ കാണുമ്പോൾ നമ്മൾ അവനെ പോലെ ആകും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അത് നോക്കണേ. അതുപോലെ ഈ തേജസ്കരണത്തിനായുള്ള നമ്മുടെ ഒരുക്കം നമ്മൾ കർത്താവിനെ കുറിച്ച് പ്രാപിക്കുന്ന വെളിപ്പാടിനനുസരിച്ചായിരിക്കും. നമ്മൾ കർത്താവിനെ കുറിച്ച് പ്രാപിക്കുന്ന വെളിപ്പാടിനനുസരിച്ചാണ് തേജസ്കരണത്തിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനി നാം തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അതിന്റെ 29-ാമത്തെ വാക്യം. മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 29-30 നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന്. നമ്മൾ തേജസ്കരിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ തത്വത്തിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചേ പറയാം. അതായത് തിയോളജിയിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. നമ്മൾ സ്വർഗത്തിലാ, പക്ഷെ നമ്മൾ സ്വർഗത്തിലല്ല. നോക്കണേ. സ്തോത്രം. നമ്മൾ ദൈവമക്കളാണെന്ന് വെളിപ്പെടുന്നേ ഉള്ളൂ. നമ്മൾ തേജസ്കരിക്കപ്പെട്ടിരിക്കുക, പക്ഷെ തേജസ്കരണത്തിന് പൂർണ്ണത പ്രാപിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. അതാണ് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. ആയിത്തീർന്നു എന്നാൽ ഇനി ആകാനും ഇരിക്കുന്നു. ഓൾറെഡി ബട്ട്. ഇതാണ് ഈ കൊരിന്ത്യക്കാർക്ക് പറ്റിയത് കൊരിന്ത്യൻ ഹെറസി എന്ന് പറഞ്ഞ തിയോളജിയിൽ. ഈ കൊരിന്ത്യൻ ഹെറസി എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയത് അവര് അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ കുറഞ്ഞു. പരിശുദ്ധാത്മ കൊടുത്ത ഇത് സ്വർഗീയ ഭാഷയാ, നമ്മൾ സ്വർഗത്തിലാ. എന്നിട്ട് അവര് പറയാൻ തുടങ്ങി, അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒന്നും ഇനി ഒരു കുഴപ്പമല്ല. അതുകൊണ്ടാണ് 1 Corinthians 5-ാം അധ്യായത്തിൽ പറഞ്ഞ ജാതികളിൽ പോലും ഇല്ലാത്ത ദുർമാർഗം അവരുടെ ഇടയിൽ കടന്നുകൂടിയത്. അയ്യോ, നമ്മുടെ ഇടയിലും ഇങ്ങനെയുള്ള ചിന്ത വരുന്നവരുണ്ട്. അയ്യോ, തേജസ്കരണത്തിനായി നിയമിക്കപ്പെട്ടവരേ, മണ്ടത്തരം കാണിക്കല്, തെറ്റുപറ്റരുത്. ശ്രദ്ധിച്ചേ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. അതാണ് കൊരിന്ത്യർ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. സ്തോത്രം. അതാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നമ്മൾ തത്വത്തിൽ പ്രാപിച്ചു, എന്നാൽ നമ്മളത് പൂർത്തീകരിക്കപ്പെടാനുണ്ട് താരം. ഉദാഹരണം പറഞ്ഞാൽ ഈ
പിന്നെ മണവാളിന്റെ മണവാട്ടിയും എത്ര കടമ്പ കഴിഞ്ഞിട്ടാ വേദിയിലോട്ട് വരുന്ന ഒന്ന് ഓർത്ത് നോക്കി. ആരോ ഒരാള് നിർദ്ദേശിച്ചു. എന്നിട്ട് പിന്നെ രണ്ട് കുടുംബക്കാർ തമ്മിൽ അതിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മോൻ പഠിച്ചെടുത്ത് അവരന്വേഷിച്ചു, മോൻ ജോലി നടത്താൻ അന്വേഷിച്ചു, മോള് പഠിച്ചെടുത്ത് അന്വേഷിച്ചു, മോള് ജോലി നടത്താൻ അന്വേഷിച്ചു, കൂട്ടുകാരുടെ അന്വേഷിച്ചു, നാട്ടുകാരുടെ അന്വേഷിച്ചു, പാസ്റ്റർമാരെ എല്ലാം വിളിച്ച് അന്വേഷിച്ചു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കണ്ടു, ഇന്റർവ്യൂ, ദീർഘമായ സമയം അവർ പരസ്പരം അവരുടെ അഭിരുചികളെ കുറിച്ചും അവരുടെ താല്പര്യങ്ങളെ കുറിച്ചും അവര് ആൺപിള്ളേരെ വിലയിരുത്താൻ മിടുക്കരെന്നാ പറയണേ. അവര് ശരിക്കും അവർ വിലയിരുത്തി കഴിഞ്ഞ് സ്തോത്രം ഓക്കെ, രണ്ടുപേരും ഓക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ കുടുംബക്കാരും കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിച്ചു. എല്ലാം കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ ഈ നാട്ടിൽ വിരുന്നും വിവാഹം എന്ന് പറയും, വിരുന്ന് നടത്തി. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെ എല്ലാം വിളിച്ച് സദ്യയും വിരുന്നും സൽക്കാരവും എല്ലാം ഒരുങ്ങി വിശേഷ വസ്ത്രമൊക്കെ ധരിച്ച് വേദി വന്നിരുന്നു. രണ്ട് പാസ്റ്റർമാരുടെ പ്രസംഗവും കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവര് ഒരു തൊട്ടപ്പുറത്ത് എടുത്ത് വലത്തായിട്ട് ഇരിക്കുക. അവര് ഭാര്യ ഭർത്താക്കന്മാരായോ? ഇല്ല, അവര് ഭാര്യ ഭർത്താക്ക, പക്ഷെ ഓൾറെഡി ദേ ആർ സ്പോക്കൺ ഫോർ. കല്യാണ നിശ്ചയം കഴിയുമ്പോൾ ദേ ആർ ഓൾറെഡി യഹൂദന്മാരുടെ കല്യാണ നിശ്ചയം നിയമസാധുതയുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണല്ലോ ഭാര്യ ഭർത്താവ് എന്നാണ് പറഞ്ഞത്. കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ ജോസഫിനെ കുറിച്ച് മറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുള്ള അവളുടെ ഭർത്താവായ ജോസഫ് നിയമനം നോക്കണേ. അപ്പോൾ ഭാര്യ ഭർത്താവ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. ഇതാണ് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പം ഒരാള് ഒരു ഇലക്ഷൻ നടന്നു, മീൻസ് എം എൽ എ ആയി ആഘോഷമായി MLA ആയിട്ട് പ്രഖ്യാപിച്ചു. MLA ആയിട്ട് പ്രഖ്യാപിച്ചാലും സത്യപ്രതിജ്ഞ ചെയ്യാതെ MLA യുടെ പദവികൾ ലഭിക്കില്ല. ആ MLAക്ക് ഒരു MLA എന്ന സ്റ്റാറ്റസിൽ എന്തെങ്കിലും ഒരു കാര്യം ഒപ്പിടണമെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തേ ചോക്കുള്ളൂ. ഇതാണ് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. സ്തോത്രം. അതാണ് തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ഈ തേജസ്കരണത്തിന്റെ പൂർത്തീകരണം പ്രാപിക്കുവാനുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ മറക്കരുത് കേട്ടോ. സ്തോത്രം. അതായത് 1 കൊരിന്തി 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. 2 കൊരിന്തി 3 ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ക്ഷമിക്കണം. 2 കൊരിന്തി 3-ാം അധ്യായത്തിൽ ഒരു കാര്യമുണ്ട്. 18-ാമത്തെ വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇവിടെ തന്നെ ആ തേജസ്കരണത്തിന്റെ അനുഭവം നമ്മള് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ പരമാർത്ഥമായും വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ മുഖത്ത് നോക്കിയാൽ ഒരു തേജസ് ഉണ്ടാവും. ആത്മീയ വെളിപ്പാട് പ്രാപിച്ചവർക്ക് അറിയാം. സ്തോത്രം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അതുകൊണ്ട് അവരുള്ളവര് നമ്മുടെ ഈ പ്രത്യേകിച്ച് പുരുഷന്മാര്, സഹോദരന്മാരെ, ഈ വേണ്ടാത്ത രീതിയിലൊന്നും നമ്മുടെ മുഖമൊന്നും വിരൂപമാക്കരുത്. നമ്മുടെ താടി വിരൂപമാക്കരുത് എന്നൊക്കെ തിരുവെഴുത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഒന്നും പറയണ്ട. ഇപ്പൊ എനിക്ക് അങ്ങനെ സങ്കടം തോന്നാറുണ്ട്. ഇപ്പം ഈ കല്യാണത്തിൽ വരുന്ന മണവാളന്മാരെല്ലാം പച്ചത്താടിയും വെച്ചോണ്ടേ വരുള്ളൂ. എല്ലാം പച്ചത്താടിയും വെച്ചോണ്ടായിരുന്നു. എനിക്കറിയാൻ പറ്റില്ല. നല്ല ക്ലീൻ ഷേവ് ആയിട്ടൊക്കെ മുഖത്തൊരു തേജസ് ഇല്ലേ? ഓരോ വികൃതിയൊക്കെ കാണിച്ചോണ്ട് താടിയുടെ അറ്റം വിരൂപമാക്കരുതെന്ന് പുതിയ നിയമത്തിൽ സ്പെസിഫിക് ആയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രബോധനമായിട്ട് എടുക്കാൻ പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും പോകാമല്ലോ. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മീൻസ് ലേവ്യ പുസ്തകത്തിൽ പ്രത്യേകം ലേവ്യ പുസ്തകം 19 27 28 നിങ്ങൾ വീട്ടിൽ വായിക്കണം. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം തലമുടി നീട്ടുന്ന നാട്ടിലൊക്കെ ഈ മീൻസ് ഈ കൺവെൻഷനൊക്കെ പാടാൻ നിൽക്കുന്ന ചെറുക്കന്മാരൊക്കെ എന്റെ പൊന്നപ്പനെ ഈ റബ്ബർ ബാൻഡ് വിട്ടുകൊണ്ട് പോണിറ്റയിൽ വെച്ചോണ്ട് അവൻ ഗിറ്റാർ കൊട്ടാൻ അവനെയൊക്കെ ഇറക്കി വിട്ടോന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നമ്മള് പ്രസവിക്കാൻ ചെന്നവന് അവിടെ പിന്നെ അധികാരം നടത്തിയെന്ന് പറഞ്ഞാൽ അവിടെ അലമ്പുണ്ടാക്കിയെന്ന് വരരുതല്ലോ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങ് സഹിച്ചു നിന്ന് പോകും.
തലമുടി നീട്ടി വളർത്തുന്ന ഇപ്പൊ ഒരു സ്റ്റൈല് പോലെ ആയിരിക്കാം. നോക്കണേ, സ്തോത്രം, ഒരു സ്റ്റൈല് പോലെ. അങ്ങനെ ആക്കരുത്. നമ്മൾ യെഹെസ്കേലിന്റെ പ്രവചനം ഒന്ന് വായിച്ചു നോക്കിയാലുണ്ടല്ലോ. യെഹെസ്കേലിന്റെ പ്രവചനം 44 20 വാക്യത്തിൽ ഐഡിയൽ ടെമ്പിളാണ് കേട്ടോ. ഐഡിയൽ ടെമ്പിളിന്റെ ചിത്രമാണ്. അവിടെ പുരോഹിതന്മാർ, നമ്മുടെ പുരോഹിത വർഗമാണ് കേട്ടോ. പുരോഹിതന്മാരായവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർ തല ക്ഷൗരം ചെയ്യുകയോ തലമുടി നീട്ടുകയോ ചെയ്യാതെ കത്രിക്ക മാത്രമേ ചെയ്യാവൂ. യെഹെസ്കേൽ 44:20. സ്തോത്രം. നമ്മൾ കത്തിരിച്ച് നമ്മൾ ശരിക്കും നല്ലതായിട്ട് തലമുടി വെട്ടി വേണം ജീവിക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, തേജസ് നമ്മുടെ മുഖത്ത് നോക്കിയാൽ ഒരു ദൈവിക പ്രസന്നത, ഇങ്ങനെ പറഞ്ഞോട്ടെ, ഒരു ഐശ്വര്യം എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, അതുകൊണ്ടായിരിക്കണം. സ്തോത്രം. ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ചില എന്നെ അറിയാൻ മേലാത്ത സ്ഥലത്ത് ചിലപ്പം ഒരു ഹാഫ് കയ്യും ഷർട്ടും ഒക്കെ ഇട്ടോട്ട് ചിലപ്പോൾ ട്രെയിൻ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഉപദേശിയാണോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. സ്തോത്രം. ഉപദേശിയാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, സ്തോത്രം, ആളുകൾക്ക് നമ്മളിൽ ഒരു വിശേഷത കാണാൻ കഴിയും. ദൈവമക്കളെ കണ്ടാൽ ഒരു ബോധ്യമുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ താടി വിരൂപമാക്കുന്നത് എനിക്ക് വിഷമാട്ടോ. നിങ്ങൾ എന്നോട് യോജിച്ചില്ലേലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാനങ്ങ് സങ്കടം കൊണ്ട് പറയുക കേട്ടോ. പൊന്നുമക്കളെ, ഒരു കാര്യം മറക്കല്ല കേട്ടോ. ഈ ഒരു രോമം, നമ്മുടെ മുഖത്തൊരു രോമം വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്നതാണെന്ന് അത് ദൈവത്തിന്റെ കരുണയാകട്ടോ. കൃത്യമായ പ്രായപരിധി ആകുമ്പോൾ, ഇനി ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. ഒരു മോനെ ഭയങ്കര ധനാഢ്യനായ ഒരു വീട്ടിലെ ഏക മകൻ, ഭയങ്കര ധനാഢ്യരാ, വലിയ പ്രതാപികളായ ആളുകളാണ്. അവന് എന്തോ മീൻസ് പഠിക്കാനൊക്കെ മഹാമിടുക്കൻ, ഹൈലി എഡ്യൂക്കേറ്റഡ്, വെരി സ്മാർട്ട്, വെരി ഹാൻസം, സ്മാർട്ട് ലുക്കിംഗ് ഗായ്. പക്ഷെ അവന് പ്രായമായിട്ടും അവന് മുഖത്ത് രോമം വരുന്നില്ല. ഇവിടെ ഇഷ്ടംപോലെ സാമ്പത്തികമുള്ളവരല്ലേ. അവനെ സകലവിധ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തി കഴിഞ്ഞപ്പോഴേ ഒരു കാര്യം അവസാനം കണ്ടുപിടിച്ച്, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് താഴോട്ട് വരുന്ന ഒരു ഡക്റ്റ് ഉണ്ട്. ആ ഡക്റ്റ് അവിടെ ഈ നട്ടലിന്റെ ഒരു ഭാഗവുമായിട്ട് ഇങ്ങനെ ചേർന്നിട്ട് ആ ഡക്റ്റ് അങ്ങ് ബ്ലോക്ക് ആയിരിക്കുക. അതുകൊണ്ട് ആ ഗ്ലാൻഡിൽ നിന്ന് വരേണ്ട ആ പ്രത്യേക ഹോർമോൺ അവരുടെ ബ്ലഡിലോട്ട് കലരുന്നില്ല. അതാ. പക്ഷെ അത് സർജറി ചെയ്യാൻ ഒക്കത്തില്ല. അത് ഈ മെഡുല്ലയുടെ ഭാഗത്ത് വരുന്നതുകൊണ്ട് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് എന്റെ പൊന്നപ്പനെ അവന്റെ വിഷമം കാണായിരുന്നു. മുഖത്തൊരു രോമം ഇല്ല എന്നുള്ളത് കൊണ്ട്. ഈസ്റ്റ് ഇന്ത്യക്കാരനെ പോലെ ഇരിക്കും, മുഖത്ത് രോമം. അവന് ഭയങ്കര സങ്കടമായിരുന്നു. എന്നിട്ട് അവന്റെ വിവാഹാലോചന വന്നപ്പം ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് അവന്റെ ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കുമായിരുന്നു. ഞാൻ പറയുന്നത്, നമുക്ക് സ്തോത്രം നല്ല പ്രായത്തിനൊത്ത എല്ലാവിധ ഡെവലപ്മെന്റ്സും നമ്മുടെ ശരീരത്തിനുണ്ട് എന്നുള്ളത് നന്ദിയോടെ ഓർക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ലോകത്തോട് അനുരൂപരാകാൻ പോകരുത്. ഇതേക്കിട്ടേ പറയാം. പുറപ്പാട് പുസ്തകം റോമാലേഖനം 12 വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറഞ്ഞിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്കേമറ്റസായി എന്നുള്ള സ്കീമറ്റോസമായി എന്ന വാക്ക് ഗ്രീക്കാണ്. സ്തോത്രം. സ്കീമറ്റോസമായി, സ്കീമറ്റോസമായി. ഇയോൻ എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് അർത്ഥം. കാലത്തിനനുസരിച്ച് കോലം കെട്ടരുതെന്ന് പറയുന്ന പോലെ ഇരിക്കും. സ്തോത്രം. നമുക്കൊരു തനിമയുണ്ടായിരിക്കണം കേട്ടോ. അതൊരു വേറെ വിഷയം. അപ്പൊ നമ്മൾ തേജസ് ഇപ്പോഴേ ഇവിടെ നമ്മൾ അനുഭവിക്കുന്നവരായിരിക്കണം. ദൈവ തേജസ് നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ്. സ്തോത്രം. ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. സ്തോത്രം. അതാണ് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ചില സൗഹൃദങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ നമ്മുടെ ഈ പത്രോസിന്റെ 1-ാമത്തെ 2-ാമത്തെ 24-ാം വാക്യത്തിലുണ്ടല്ലോ, കർത്താവ് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവരുടെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞാൽ വി ആർ ഓൾറെഡി ഹീൽഡ് എന്നല്ലേ, സൗഖ്യം വന്നിരിക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. പക്ഷെ പിന്നെ എന്തുകൊണ്ട് നമുക്ക് രോഗം ഉണ്ടാകുന്നു? എന്തുകൊണ്ട് പിന്നെ രോഗം ഉണ്ടാകും? എന്റെ പൊന്നു സൗകര്യങ്ങളെ ശ്രദ്ധിച്ച്, അവിടെ സൗഖ്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം പെർഫെക്റ്റ് ഹെൽത്ത് എന്നാ. പെർഫെക്റ്റ് ഹെൽത്ത് എന്നാ, പൂർണ്ണ സുഖമെന്ന. എന്ന് പറഞ്ഞാൽ ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ, സ്തോത്രം, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആ ദൈവത്തിന്റെ മകനായ ആദമും ആദ്യം അങ്ങോട്ട് കാണുമ്പോൾ ആദമിനുണ്ടായിരുന്ന ആ ശരീരത്തിന്റെ ആ ആരോഗ്യസ്ഥിതി ഏതോ ആ അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്ക പെർഫെക്റ്റ് ഹെൽത്ത്.
സ്തോത്രം. ഇന്നിപ്പോ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ പാരമീറ്റേഴ്സ് വെക്കും. ഷുഗർ 80 മുതൽ 120 വരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ 50% വ്യത്യാസം വന്നാലും നോർമലാന്ന് പറയും. അതുപോലെ തന്നെ BP, ഇതെല്ലാം ഒരു റേഞ്ച് വെച്ചേക്കുക. ഏതാണ് പെർഫെക്റ്റ് ഒരു പുരുഷന്റെ കറക്റ്റ് നിങ്ങളെ എത്ര നമുക്കറിയത്തില്ല. നമുക്ക് അങ്ങനെ ഒരു പെർഫെക്റ്റ് ഐഡിയൽ സ്റ്റാൻഡേർഡ് ഇല്ല. എന്നാൽ അങ്ങനല്ല. സ്തോത്രം. എല്ലാം ഐഡിയൽ ആയിരിക്കുന്ന ഒരു ശരീരാരോഗ്യ സ്ഥിതിയെ സൂചിപ്പിക്കുന്ന വാക്കാണത്. സ്തോത്രം. ഒരു പരിമിതിയും ഒരു ബലഹീനതയും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. സ്തോത്രം. അത് കർത്താവിന്റെ വരവെങ്കിലാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ അത് സാധിക്കുകയുള്ളൂ. സ്തോത്രം. അത് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. എന്നാൽ ഇപ്പൊ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന രോഗസൗഖ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് കൃപാപരമായി ദൈവത്തിന്റെ കരുണയിൽ നമുക്ക് നൽകുന്നതാണ്. മറ്റത് ഏതാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ കാൽവറി ബലിയാൽ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് പൂർണ്ണ സുഖം, ശരീരത്തിന്റെ പൂർണ്ണ സുഖം, പെർഫെക്റ്റ് റെസ്റ്റോറേഷൻ ഓഫ് ദ വീക്ക് ഫിസിക്കൽ ബോഡി. പാപത്താൽ ബലഹീനമായി തീർന്ന ശരീരത്തിന്റെ പൂർണ്ണമായ ഉദ്ധാരണമാണ്, വീണ്ടെടുപ്പാണ് അവിടെ അർത്ഥമാക്കുന്നത്. അതാണ് കാൽവരി ബലിയാൽ സംഭവിക്കുന്നത്. കാൽവരി ബലിയുടെ സാധ്യത ഇവിടെ ക്യാൻസർ മാറുന്നതിനകത്തും, ഇവിടെ പനി മാറുന്നതിനകത്തും, ഇവിടെ ഡയബറ്റീസ് സുഖമാകുന്നതിനകത്തും ഒന്നും ഒതുങ്ങുന്നില്ല. കാൽവരി ബലിയുടെ സാധ്യത ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ്. സ്തോത്രം. പിന്നെ നമ്മൾ ഇന്നിവിടെ അനുഭവിക്കുന്ന രോഗസൗഖ്യം എന്ന് പറയുന്നാൽ കൃപാവരമാണ്, പരിശുദ്ധാത്മാവിനാൽ പ്രാപിക്കുന്ന കൃപാവരമാണ്, രോഗശാന്തിക്കുള്ള വരം. സ്തോത്രം. ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നീ ഇങ്ങനെ ആത്മാവും വരവും ഇല്ലാത്തവൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പാവപ്പെട്ട അടിയാൻ എൻ്റെ 47 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ എത്രയോ പ്രാവശ്യം അത്ഭുത രോഗസൗഖ്യം പാവപ്പെട്ട അടിയാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. മരണാസനായ രോഗി സ്തോത്രം പെട്ടെന്ന് സുഖം പ്രാപിച്ച അനുഭവങ്ങൾ എൻ്റെ എളിയ ശുശ്രൂഷയിൽ അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. പോട്ടെ, അതൊന്നും പറയാനുള്ള നേരമല്ലല്ലോ. ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ശരീരത്തിൽ വീണ്ടെടുപ്പായ പുത്രത്വത്തെയാണ്, അതാണ് കാൽവരി ബലിയുടെ സാധ്യത. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രോഗസൗഖ്യം പരിശുദ്ധാത്മാവിനാൽ പ്രാപിക്കുന്ന കൃപാവരമാണ്. സ്തോത്രം. അതാ തൽക്കാലത്തേക്കൊരു ഒരു സുഖം വന്ന് കർത്താവേ ശുശ്രൂഷയ്ക്കുള്ള തൽക്കാലമുള്ള ആരോഗ്യം തരണം, അങ്ങനെ പറഞ്ഞാൽ മതി. സ്തോത്രം. ശുശ്രൂഷയ്ക്കുള്ള ആരോഗ്യം തന്ന് നമ്മളെ ഇങ്ങനെ നടത്തുകയാണ്. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന രോഗസൗഖ്യം. സ്തോത്രം. പൂർണ്ണ സുഖം കാൽവരി ബലിയുടെ സാധ്യതയാണ്. അതാണ് തേജസ്കരണം. ഹല്ലേലൂയ. ഇനി തേജസ്കരണം എന്ന് പറയുമ്പോൾ ഈ ജഡത്തിന്റെ പരിമിതി പോലും അങ്ങ് മാറുവരാത്ത എന്ന് പറഞ്ഞാൽ ആത്മശരീരികളാകും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. അതാണ് തേജസ്കരണത്തിൽ സംഭവിക്കുന്നത്. അതാണ് നമ്മൾ അറിയാമല്ലോ. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം നമ്മൾ ശവസംസ്കാര സമയത്തെല്ലാം വായിക്കുന്നതാണ്. ഈ പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മിക ശരീരമുണ്ട്. സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം. ഒരാൾ എന്നോട് പറഞ്ഞു, അയ്യോ ഇതൊന്നും കാര്യം ഞങ്ങൾ ഈ കുടുംബ പ്രാർത്ഥന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു വരും എങ്കിലും 1 കൊരിന്ത്യർ 15-ാം അധ്യായം ഞങ്ങൾ വായിക്കാറില്ല. കുടുംബ പ്രാർത്ഥന കാര്യം എപ്പോഴും ശവടക്കത്തിൽ വായിക്കുന്നല്ലേ, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ രാത്രി കിടന്ന് പേടിക്കും. അതുകൊണ്ട് ഞങ്ങള് കുടുംബ പ്രാർത്ഥനയ്ക്ക് സന്ധ്യയ്ക്ക് അത് വായിക്കാറില്ല. വൈകിട്ടാ ഞങ്ങള് പുതിയ നിയമം വായിക്കുന്നത്, അതുകൊണ്ട് അത് വായിക്കാറില്ല. എന്റെ പുരിതവരങ്ങളെ അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കല്ലേ കേട്ടോ. നിങ്ങളൊന്ന് വായിക്കണം. അതാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം മുതൽ. പക്ഷെ ഒരുവൻ മരിച്ചവർ ഏതുവരെ ചരിത്രം വരുന്നു എന്നിട്ട് താഴോട്ട് പറയുക. നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങോട്ട് വായിക്കുക. സ്വർഗീയ ശരീരങ്ങൾ, അതിന്റെ 40-ാമത്തെ വാക്യം. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യ തേജസ് വേറെ, നക്ഷത്ര തേജസ് വേറെ. മരിച്ചവരുടെ പുനരുത്ഥാനം ഓണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. സ്തോത്രം. തേജസ്സിൽ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനത വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ഒരു ശ്വാസം കഴിക്കാൻ ശേഷിയില്ലാതല്ലേ ഒരുവൻ മരിക്കുന്നത്, അല്ലേ?
സ്തോത്രം. പക്ഷേ ആ ബലഹീനത വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. നോക്കണേ, സ്തോത്രം. പ്രാകൃത ശരീരം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ശരീരം അല്ല. പ്രാകൃതം എന്ന് പറഞ്ഞാൽ വികൃതമായതെന്നല്ല. പ്രാകൃത, പ്രകൃതിയിലെ നാച്ചുറൽ ബോഡി കൊണ്ടൊന്ന് വിതയ്ക്കും. തേജസ്കരണത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മൾ ആത്മശരീരം പ്രാപിക്കും. ആത്മശരീരം പരിമിതികളില്ലാത്ത ശരീരമാണ് കേട്ടോ. ആത്മശരീരത്തിൽ മനോവേഗത്തിൽ യാത്ര ചെയ്യാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ആത്മശരീരത്തിലാണ്. സ്തോത്രം. ആത്മശരീരത്തിന് ദൃശ്യമോ സ്പർശ്യമോ ആകാം, അപ്പോൾ തന്നെ അദൃശ്യവും അസ്പർശ്യവുമാകാം. സ്തോത്രം. അടച്ചിട്ട വാതിലിൽ ഉള്ളിൽ കടക്കാം, പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ ദൃശ്യമാകാം, സ്പർശ്യമാകാം, തൊട്ടു നോക്കാം, മെറ്റീരിയൽ പോലെ വരാം. ഭക്ഷണം കഴിക്കാൻ ആവശ്യമില്ല, പക്ഷേ ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ വല്ലോ ഒന്ന് കഴിക്കാം. ഉയർത്തേന്റെ കർത്താവുണ്ടല്ലോ, അവരുടെ അമ്പരപ്പ് മാറ്റാൻ എന്നോട് തിന്നാനും ചോദിച്ചപ്പോൾ വറുത്ത മീനും തേങ്കട്ടയും കൊടുത്തു. അവർ കാണിക്ക നാടകീയമായിട്ട് കർത്താവ് അത് ചവച്ചരച്ച് തിന്നു കേട്ടോ. നമ്മൾ ആത്മശരീരത്തിലായി കഴിയുമ്പോൾ കേട്ടോ, കുഞ്ഞാണ്ട് കല്യാണ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ അപ്പവും മീഞ്ഞും കർത്തൃവേശയുടെ സമാപനമാണ് നമ്മൾ അനുഭവിക്കും കേട്ടോ. അപ്പോൾ തേജസ്കരണം, ഹല്ലേലൂയ, എന്റെ ഈ സകല പരിമിതികളും മാറി തേജസ് പ്രാപിച്ച്, സ്തോത്രം, ദൈവപുത്ര തുല്യരായി യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിച്ച്, ഹല്ലേലൂയ, നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ അതുകൊണ്ട് ഈ ശരീരം, സ്തോത്രം, ഹല്ലേലൂയ, ഈ ശരീരം തേജസ്കരിക്കപ്പെടാനുള്ളതാണ് എന്നുള്ള ഓർമ്മയോടുകൂടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കണം. സ്തോത്രം. ഈ ശരീരത്തിന് മാന്യത തന്നത് തന്നെ ക്രിസ്തീയ വിശ്വാസമാണ്. ശരീരത്തിന് മാന്യത. ഇവിടെ പുരാതന ലോകത്തിൽ മിക്കവാറും എല്ലാ ജനസമൂഹങ്ങളും അങ്ങനെ വിചാരിച്ചിരുന്നു, ശരീരം തിന്മയാണെന്ന്. ഗ്രീക്കുകാരും ഈ മെറ്റീരിയൽ, വസ്തുമയമായതെന്തും തിന്മയാണെന്ന് വിചാരിച്ചിരുന്നു, വസ്തുമയമായതെന്തും. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചാൽ ജഡവാസമില്ലാത്ത ദേവന്മാർക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദേവന്മാർക്ക്, ദിവ്യന്മാരായ ആളുകൾ ജഡത്തിൽ വസിക്കുന്നവരല്ല എന്നായിരുന്നു പുരാതന ലോകത്തിലെ ചിന്ത. സ്തോത്രം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടില്ല. യേശുക്രിസ്തുവിന്റെ ശരീരം ജഡശരീരമായിരുന്നില്ല. പിന്നെ അവിടുത്തേക്കൊരു ശരീരം ഉണ്ടെന്ന് നമുക്ക് തോന്നി എന്നേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ അതുണ്ടായി. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ അതിനെ ഖണ്ഡിച്ചത്. അതിനെ ഡോസെറ്റിസിസം എന്ന് പറയും. യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ള വളരെ തെറ്റായ പല പഠിപ്പീരുകൾ 1-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലോടുകൂടെ തന്നെ ഉടലെടുത്തു. യോഹന്നാൻ അപ്പോസ്തലൻ ജീവിച്ചിരിക്കുമ്പോഴേ ഉടലെടുത്തു. അതിന് ഒരു തിയറി ആയിരുന്നു ഡോസെറ്റിസം. ഡോസിയോ എന്ന് പറഞ്ഞാൽ തോന്നുക എന്ന, മായാരൂപം. മീൻസ് ഒരു മായാരൂപമായിരുന്നു കർത്താവിൻ്റെതൊന്നും. അവരവനെ കൊന്നെന്ന് അവർക്ക് തോന്നിയെന്നും കർത്താവിന്റെ ശരീരം ഒരു മായാരൂപമായിരുന്നു എന്നും അവർ ഒരു കൂട്ടർ ക്രിസ്തീയ വിശ്വാസികളാണ്, ക്രിസ്തീയ നേതാക്കന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആ ഡോസറ്റിസത്തിന് എതിരായിട്ട് ഖണ്ഡിച്ചോണ്ട യോഹന്നാൻ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും കേട്ടോ, തൊട്ടത് എന്ന് പറയുന്നു. ഇനി 4-ാം അധ്യായത്തിൽ വരും, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടെന്ന് സ്വീകരിക്കാത്ത ആത്മാക്കൾ ലോകത്ത്, അവർ കള്ളപ്രവാചകനൊക്കെ ദുരാത്മാക്കളാണ്, കള്ളപ്രവാചകന്മാരത്. അപ്പോൾ സ്തോത്രം. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് തിന്മയാണെന്ന് പുരാതന ലോകത്തിൽ ചിന്തിച്ചിരുന്നു. നമ്മൾ നിത്യതയിലൂടെ ഏക ശരീരം എന്ന പോലെ ഐക്യമത്യപ്പെട്ട് യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് ഓരോരുത്തരും അവരവരുടെ ഐഡന്റിറ്റി ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയായി എന്നുള്ള ആ നിലനിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആളത്വം അസ്തമിച്ചു പോവുകയല്ല, നമ്മൾ അലിഞ്ഞു ചേരുകയല്ല. സ്തോത്രം. എൻ്റെ കൂടെ ഉണ്ടേ നിങ്ങൾ എല്ലാവരും. അപ്പോൾ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടുവാനുള്ളതാണ്. സ്തോത്രം. ആത്മശരീരികളായി നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കും, അല്ലെങ്കിൽ മരിച്ചൊരു പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ, നമ്മൾ രൂപാന്തരം പ്രാപിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഈ ശരീരത്തിലെ പരിമിതികളൊന്നും ആ ശരീരത്തിൽ ഉണ്ടായിരിക്കയില്ല. സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ എല്ലാവരും നല്ല യൗവനയുക്തരായിട്ടായിരിക്കും തേജസ്കരിക്കപ്പെടുന്നത്. യേശുക്രിസ്തു നല്ല യൗവനയുക്തനായിട്ടാണ്
സ്തോത്രം. മരിച്ചടക്കപ്പെടും, ഉയർത്തെഴുന്നേറ്റത്. അതെ, അതുപോലെ അവനെ താൻ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നതുകൊണ്ട് കർത്താവിനെ പോലെ അങ്ങാകും, യൗവനയുക്തരായിത്തീരും, ആത്മശരീരികളാകും. അതാണ് യെശയ്യാവിന്റെ പ്രവചനം 26-19 വാക്യത്തിൽ, എന്റെ മൃതന്മാർ എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. സ്തോത്രം. പൊഴിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കും. ആത്മാവിന് രണ്ട് സാദൃശ്യങ്ങളുണ്ട്, ഒന്ന് മഞ്ഞ്, രണ്ട് കാറ്റ്. ആത്മാവ് രണ്ട് സാധനം, ഒന്ന് മഞ്ഞ്, രണ്ട് കാറ്റ്. നമ്മൾ മഞ്ഞുപോലെ ആത്മശരീരം. അതാണ് 110 സങ്കീർത്തനത്തിൽ അതിന്റെ 3 വാക്യത്തിൽ, ഊഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരും. നമ്മൾ തേസ്കരിക്കപ്പെടുമ്പോൾ യുവ ശരീരമായിരിക്കും, യൗവനയുക്തരായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ നോർത്തേക്ക് 95 വയസ്സുള്ള അല്ലെങ്കിൽ 99 വയസ്സുള്ള ഒരു അപ്പച്ചൻ, കണ്ണു കാണാൻ മേല, നിവർന്ന് നടക്കാനും മേല, വായിക്ക് രുചിയില്ല, ചെവി ചുവയാക്കാൻ മേല, ആ അവസ്ഥയിൽ അയ്യോ കർത്താവേ, അപ്പച്ചനോട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ, എനിക്ക് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കല്ലേടാ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാന് കർത്താവ് എന്നെ അങ്ങ് വിളിക്കണേ. ഞാൻ പറഞ്ഞു, അതിന് പ്രമാണം ഉണ്ടോ അപ്പച്ചാ? ദൈവത്തിന് അറിയാവുന്ന ഭക്തനാ. ഇതിന് പ്രമാണം ഉണ്ടോ അപ്പച്ചാ ചോദിച്ചു. ഒന്ന് ആലോചിച്ചിട്ട്, അത് ശരിയാ, പ്രമാണം ഇല്ല. പിന്നെ അതുകൊണ്ട് അപ്പൊ ഇനി മുതൽ ഞാൻ പ്രാർത്ഥിക്കാം, അങ്ങോട്ട് വിളിക്കണേ എന്നല്ല, വന്ന് എന്നെ അങ്ങ് കൊണ്ടുപോകണേന്ന് പറയാം, അല്ലേ? വന്ന് എല്ലാരെയും കൂട്ടത്തിലും കൊണ്ടുപോകണം എന്ന് പറയാമെന്ന്. ശരി, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർക്കുന്നു. സ്തോത്രം. എത്ര നല്ല ശരിയാണ് പ്രിയപ്പെട്ടത്. അപ്പോൾ ഇനി വേണ്ട, ഇനി മരിച്ചാൽ മതി, ഇനി അങ്ങ് പോയാൽ മതി, ഇനി വിശ്രമിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ശരീരാവസ്ഥയിലുള്ള ഒരു അപ്പച്ചൻ 99 വയസ്സിൽ മരിച്ചു. ആ ശരീരമാ തിരിച്ചു വരുന്നതെങ്കിൽ എന്റെ പൊന്നപ്പനെ എനിക്ക് പുനരുദ്ധാനം പ്രാപിക്കേണ്ടായിരുന്നെന്ന് പറയില്ലേ? അല്ല, യൗവനയുക്തരായി. സ്തോത്രം. മരിച്ച ശിശു അവന് യുവാവായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ അങ്ങനെ ആയിരിക്കും. യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ഊഷസിന്റെ ഉദരത്തിൽ എന്ന് പറഞ്ഞ കാലത്തിന്റെ യവനികയിൽ നിന്ന് യൗവനയുക്തരായി യുവാക്കളായ മഞ്ഞ് പോലെ ആത്മശരീരികളായി കർത്താവിനെ തേജസ് പ്രാപിച്ച്, ഹല്ലേലൂയ, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. മാത്രമല്ല ഉയിർത്തെഴുന്നേൽക്കുമ്പോൾ, കേട്ടോ, ഉയിർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുന്ന ആത്മശരീരത്തിൽ ഇന്ന് ഈ ശരീരത്തിൽ വെച്ച് നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തികളുടെ ശ്രേഷ്ഠത അനുസരിച്ചായിരിക്കും തേജസ്. അയ്യോ, നേരമില്ല, കുറവാ, എനിക്ക് വേഗം പറയാം, എന്റെ കൂടെ വരണേ പ്ലീസ്. സ്തോത്രം. ഈ ഇന്നിപ്പൊ കർത്താവ് വന്നിരിക്കട്ടെ കേട്ടോ. ചിലപ്പോ സാധ്യതയുണ്ട് കേട്ടോ, ഈ ആശീർവാദം പറയുമ്പോ ചിലപ്പോ വന്നു തരും. ഇപ്പൊ കർത്താവ് വന്നാൽ മരിച്ച ഭക്തന്മാരെല്ലാവരും ഉയർച്ചെഴുന്നേൽക്കും, ആത്മശരീരങ്ങളായി. ജീവനോട് ശരിക്കും നമ്മളൊക്കെ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ ആത്മശരീരങ്ങളായി രൂപാന്തരപ്പെടും, ആത്മശരീരങ്ങളാകും. എന്ന് പറഞ്ഞ ഒരു മെഴുകടലാസ് കത്തി ഒരു ചുരുൾ പോകാവുന്ന പോലെ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കും. ഈ പ്രാകൃതമായത് ആത്മശരീരമായി പരിണമിക്കും. പരിണമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ആകാശത്ത് കർത്താവിനെതിരെ മേഘങ്ങൾ എടുക്കപ്പെടും. അവിടെ പിന്നെ അതാണ് കുഞ്ഞാടിന്റെ കല്യാണം. ഒന്നുകൂടെ സന്തോഷമായിരിക്കും. എന്റെ കർത്താവെ, ഭയങ്കര സന്തോഷമായിരിക്കും. അത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സ്തോത്രം, അവിടെ ബേമാനി ആയാസനം എന്നൊരു ന്യായാസനമുണ്ട്. ആ ന്യായാസനത്തിൽ ന്യായവിധിയുണ്ട്. ബേമാനി ആശ്രയ ന്യായവിധി. അതാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള ആലങ്കാരിക ചിത്രീകരണമുണ്ട്. അവിടെ നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ നേരം പോയതൊന്നും വായിപ്പിക്കുന്നില്ല. സ്തോത്രം. അതിന്റെ 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 11 യേശുക്രിസ്തു നെറ്റിക്ക് അടിസ്ഥാനമായിട്ട് ആർക്കഴിയില്ല, അടിസ്ഥാനം ചില മരം, പുല്ല, വൈക്കോൽ എന്നുകൊണ്ട് പണി തീ കൊണ്ട് ശോധന അടിക്കും എന്ന് പറഞ്ഞ ഇത് പ്രിയപ്പെട്ടവര് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം തിരിതിരിക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻസിലുള്ള ഒരു ശിക്ഷാവിധിയില്ല, ന്യായവിധിയുണ്ട്. ശിക്ഷാവിധി. ഈ ലോകത്തിൽ തന്നെ 2 കൂട്ടം ജഡ്ജിമാരുണ്ടല്ലോ. ഒന്ന് ഇവിടുത്തെ കോടതിയിലെ ജഡ്ജി പ്രോസിക്യൂഷൻ അവിടെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറ്റം പ്രതി ചെയ്തോ എന്ന് ജഡ്ജി പരിശോധിക്കും. സാക്ഷ്യ വിസ്താരത്താൽ, തൊണ്ടുകളുടെ പരിശോധനയാൽ, പിന്നെ പ്രതിയുടെ കുറ്റസമ്മതത്താൽ, ഇതെല്ലാം പരിശോധിച്ചിട്ട് പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വന്നാൽ ആ കുറ്റത്തിന് ഇന്ന ശിക്ഷ. അതാണ് കുറ്റം വിധിക്കും. പ്രിയപ്പെട്ടവരെ, അല്ല പ്രതി കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ വെറുതെ വിടും. എന്നാൽ വേറെ കൂട്ടം ജഡ്ജിമാരുണ്ട്. നമ്മുടെ PYPയുടെ താലന്ത് പരിശോധനയ്ക്കകത്ത് പ്രസംഗത്തിന്
താലന്ത് മീൻസ് പ്രസംഗത്തിന് ഒന്നാം സ്ഥാനം നേടുന്നത്. നോക്കണേ, സ്തോത്രം. ലളിത സംഗീതത്തിന് 1-ാം സ്ഥാനം നേടുന്നത്. ഇവിടെ ഈ സ്കൂളിലെ കലോത്സവത്തിന് ഇതുപോലെ ഉണ്ട് കേട്ടോ. ലളിത സംഗീതം അതിനൊക്കെ ജഡ്ജിമാരിരുന്ന മാർക്കിടുന്നത്. ആ ജഡ്ജി ഒരാള് പാട്ട് തെറ്റിച്ചെന്നും പറഞ്ഞ് ശിക്ഷിക്കല, പക്ഷെ സമ്മാനം കിട്ടിയാല്. അപ്പൊ ഇതുപോലൊരു സിംഹാസനത്തിനാ കർത്താവ്. അതിന് ബേമ എന്നാ പറയുന്നത്. ബേമാ ന്യായാസനം. ചക്രവർത്തി ഇരിക്കുന്ന ഒരു പ്രത്യേക ന്യായാസന പേരായിരുന്നത്. സ്തോത്രം. ഈ ബേമാ ന്യായാസനത്തിൽ കർത്താവ് ഇരുന്നുകൊണ്ടാണ് നമ്മളെല്ലാവരെയും ന്യായം വിധിക്കും. എല്ലാവരെയും ന്യായം വിധിക്കും. പറയുന്ന നിസ്സാര വാക്കുപോലും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, സ്തോത്രം, മറയ്ക്കപ്പെടാത്ത സകല തെറ്റുകളും, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്ഷമ പ്രാപിക്കാത്ത സകല തെറ്റുകളും, അതുകൊണ്ട് ചിന്തകൾ പോലും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചോണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നോക്കണേ, എല്ലാം അവിടെ വിസ്താരത്തിൽ വരും. അതെ, എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. തീ കൊണ്ട് ശോധന കഴിക്കുവാനാണ്. തീ ദൈവവചനമാണ്. ദൈവവചനം കൊണ്ട് അതാണ് ഈ ആത്മീയ സ്നാനം എന്ന് പറയുന്നത്. തീ കൊണ്ട് ശോധന കഴിക്കും. തീ കൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തികൾ ശോധന കഴിക്കും. ഒരുവൻ മരം പുല്ല വൈക്കോൽ എന്നുകൊണ്ട്, വേറൊരുത്തൻ പൊന്ന വെള്ളി വിലയേറിയ കല്ല് എന്നുകൊണ്ട് പണിയുന്നു. ഈ മരം പുല്ല വൈക്കോൽ എന്നുകൊണ്ട് പണിയുന്നത് തീ വന്നാൽ കത്തിപ്പോവും. തീ വന്നാൽ കത്തിപ്പോവും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എന്നാൽ ഒരു വേഗ ഉദാഹരണം പറയാം. ഈ 1 Pത്രോസ് 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ 47 കൊല്ലമായി പൂർണ്ണ സമയം സുവിശേഷം ചെയ്യുക. ഒത്തിരി പ്രസംഗിക്കാൻ ദൈവം മഹാഭാഗ്യം തന്നു. സ്തോത്രം. 1000കണക്കിന് മണിക്കൂറുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ പ്രസംഗം എല്ലാം കച്ചുത്തൂറ് പോലെ നിപ്പോട്ടെ. കച്ചുത്തൂറ് പോലെ നിൽക്കുന്ന എന്റെ പ്രസംഗത്തെ ശോധന ചെയ്യാനായിട്ട് ദൈവവചനമാകുന്ന തീക്കണ്ടത്തിൽ നിന്നൊരു തീനാളേക്ക് വരും. അതാണ് 1 Pത്രോസ് 4:11 ഞാൻ പറഞ്ഞത്. അവിടെ ഉണ്ട്, ഒരുത്തരും പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന ഗൗരവബോധത്തോടും വ്യക്തതയോടും കൂടെയാണോ എന്ന് പരിശോധിക്കും. ശ്രദ്ധിക്കണേ, ആ തീനാളത്തിന്റെ മുമ്പിൽ എന്റെ പ്രസംഗത്തിന് നിൽക്കാൻ കഴിയില്ലെങ്കിൽ, ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വചനം സ്വീകാര്യമല്ലെങ്കിൽ, ദൈവത്തിന് അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെ അല്ല ഞാൻ പ്രസംഗിച്ചതെങ്കിൽ അത് കത്തിപ്പോവും. കേൾവിക്കാരുടെ കയ്യടി മേടിക്കണമെന്നും അടുത്ത വർഷവും എന്റെ വേദി ഉറപ്പാക്കണമെന്നും, നോക്കണേ, സ്തോത്രം, അയ്യോ എന്നോ ഉഗ്രം പ്രസംഗനാണെന്ന് കർത്താവ് എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്നുള്ള ചിന്തയോടുകൂടി ഞാൻ പ്രസംഗിച്ചെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സ്തോത്രം. എല്ലാത്തിനും ഉണ്ട്, എല്ലാ പ്രവൃത്തി പറയും. നോക്കണേ, എന്നിട്ട് പ്രവൃത്തി കത്തിപ്പോകാതെ ഇരുന്നാൽ പ്രതിഫലമുണ്ട്. കത്തിപ്പോകാതെ പ്രതിഫലം എന്താണെന്നറിയാമോ? 5 വിധ കിരീടങ്ങളാണ്. നേരമല്ല, കിരീടം എന്ന് പറഞ്ഞാൽ തേജസ്സാണ്. അല്ലാതെ കിരീടം എന്ന് കേട്ട ഉടനെ രത്നം പതിപ്പിച്ച സ്വർണ്ണത്തൊപ്പി തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത്. നിങ്ങൾ നോക്കി, ഒരുത്തരം 5 വിധ കിരീടവും കിട്ടിയാൽ പിന്നെ ഈ 5 വിധ കിരീടവും കൂടി ലോക്കർ കിട്ടുമോ മാറി മാറി വെക്കാൻ? അത് 5 കൂടി ഇങ്ങനെ വേടി വെച്ച് അമ്മ കൂടെ തുള്ളൽ പോലെ നടക്കുവോ? എന്റെ പൊന്നു സൗകര്യങ്ങളെ, അങ്ങനല്ല. ഈ കിരീടം എന്ന വാക്ക് സാദൃശ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുക. സ്തോത്രം. അതായത് കിരീടം എന്ന് പറഞ്ഞാൽ പ്രതിഫലം, ബഹുമാനം, അധികാരം, അലങ്കാരം, പ്രശംസ, നോക്കണേ, ഇത്യാദി വാക്കുകൾ ഒരുമിച്ച്, ആശയങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഒറ്റ വാക്കാ കിരീടം. സ്തോത്രം. അധികാരം കിട്ടും, അലങ്കാരം കിട്ടും, ബഹുമാനം കിട്ടും, പദവി കിട്ടും, സ്തോത്രം, പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഒറ്റ വാക്കാണ് കിരീടം. സ്തോത്രം. 5 വിധ കിരീടം ഒരു കിട്ടുമ്പോൾ കിട്ടിയാൽ ഒരു തേജോ വലയവനെങ്കിൽ ചുറ്റും. അതാ തേജസ്കരണം. ഒരു തേജോ വലയം ചുറ്റും. രണ്ടാമത്തെ കിരീടം രണ്ടാമതൊരു തേജോ വലയം, മൂന്നാമത് തേജോ വലയം. നോക്കണേ, അതാ തേജസ്സിന്മേൽ തേജസ്, തേജസ്സിന്മേൽ തേജസ്. 5 വിധ കിരീടം കിട്ടുന്ന ഒരുവൻ, ഹല്ലേലൂയ, അവൻ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിഭയായി രൂപാന്തരപ്പെടുക. കർത്താവിന്റെ നിത്യ തേജസ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് തേജസ്കരണം. ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വം, പുത്രത്വത്തിന്റെ പൂർണ്ണത, രക്ഷാപൂർത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ബേമ സിംഹാസനം, ഈ റോമൻ ചക്രവർത്തി ഇരിക്കുന്ന ഒരു പ്രത്യേക ന്യായാസനത്തിന്റെ പേരായിരുന്നു ഈ ബേമ എന്നുള്ളത്.
യുദ്ധത്തിൽ വീരപരാക്രമം കാണിച്ച പടയാളികൾക്ക് പ്രതിഫലങ്ങൾ കൊടുക്കാൻ ചക്രവർത്തി തിരുമനസ് എഴുന്നള്ളിയിരിക്കുന്ന ഒരു പ്രത്യേക സിംഹാസനത്തിന്റെ പേരായിരുന്നു ബേമ. അതാണ് കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 5-ാമധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവിടെ മൂലകൃതിയിൽ ക്രിസ്തുവിന്റെ ബേമായുടെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്നാ. ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മളെ നമ്മളെ ശോധന അടിക്കുവാൻ, നമുക്ക് പ്രതിഫലം തരാനായിട്ട്, നമ്മുടെ പ്രവൃത്തികളെ ശോധന അടിക്കുവാൻ ഇരിക്കുന്ന ന്യായാസനത്തിന്റെ പേരാണ് ചക്രവർത്തി ഇരുന്ന ന്യായാസനം. അതേ പേരാ ബേമാ. ഈ ബേമാ ന്യായാസനത്തിൽ ഇരുന്നുകൊണ്ടാണ്. ഇനി ഈ ബേമാ ന്യായാസനത്തിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ബേമായെ കുറിച്ചുള്ള വിവരണങ്ങൾ ചരിത്ര പുസ്തകങ്ങളുണ്ട്, അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പൊ കണ്ടെടുത്തിട്ടുമുണ്ട്. ഈ ബേമാ ന്യായാസനം വെള്ളയും നീലയും മാർബിൾ പൊറഞ്ചട്ടയിൽ ഹംസധൂളിയും മറ്റും പാടി ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഇരിപ്പിടമായിരുന്നു. ഇങ്ങോട്ട് പറയാം, വെള്ളയും നീലയും മാർബിൾ പൊറഞ്ചട്ടയിൽ ഹംസധൂളിയും മറ്റും പാടി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഇരിപ്പിടമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് വിശേഷപ്പെട്ടതാണ്. എന്നാൽ ഈ ശ്രദ്ധിച്ച ഒരു കോൺട്രാസ്റ്റ് പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോ ഉണ്ടല്ലോ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരു ഇരിക്കുന്നത് കണ്ടു. അന്ത്യ ന്യായവിധി, ലോകത്തെ ന്യായം വിധിക്കാൻ കർത്താവ് ഇരിക്കുന്നത് വെള്ള സിംഹാസനത്തിലാ. എന്ന് പറഞ്ഞാൽ നീതിയിൽ വിധിക്കും. നമ്മളെ വിധിക്കുമ്പോ നീതിയിൽ മാത്രമല്ല, വെള്ളയും നീലയുമുണ്ട്. നീല ആകാശത്തിന്റെ നിറമാണ്, നീല കൃപയുടെ നിറമാണ്. ഓരോ നിറത്തിനും ഓരോ അർത്ഥമുണ്ട്. നീല കൃപയുടെ നിറമാണ്, അറിയാമല്ലോ. ചുവപ്പ് അപകടത്തിൻ്റെതാണല്ലോ. മഞ്ഞ രോഗബാധയുള്ള കപ്പലിലൊക്കെ രോഗബാധ പറക്കുകയാണെങ്കിൽ ഒരു മഞ്ഞക്കൊടി കുത്തും. എന്ന് പറഞ്ഞാൽ രോഗമുണ്ട്, സൂക്ഷിക്കുക, മഞ്ഞ സൂക്ഷിക്കുക, അല്ലെ? സ്തോത്രം. പച്ച ഗ്രീൻ, ഓക്കെ. ഇതുപോലെ നീല കൃപയുടെ സംഖ്യ, കൃപയുടെ നിറമാണ്. സ്തോത്രം. വെള്ളയും നീലയും മാർബിൾ പൊറഞ്ചട്ടയിൽ നമ്മളെ വിധിക്കുമ്പോൾ, സ്തോത്രം, നീതിയിൽ മാത്രമല്ല കൃപയോടും കൂടെ നമ്മളെ വിധിക്കുന്നത് കൊണ്ട്, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വല്ലതും പ്രതിഫലം കിട്ടും. അല്ലെ എന്നാ കിട്ടാനാ? എനിക്ക് എന്താ കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നീതിയിൽ മാത്രമല്ല കൃപയോടും കൂടി അവനെ വിധിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കർത്താവ് ഏറിയ പ്രതിഫലങ്ങൾ നമുക്ക് തരും. നമ്മൾ പ്രാപിക്കുന്ന പ്രതിഫലങ്ങൾ തേജസ്സായിരിക്കും. തേജസ്സിന്മേൽ തേജസ്, അതാണ് തേജസ്കരണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ തേജസ്കരണത്തിനായി ഈ ശരീരത്തെ നമ്മൾ ഒരുക്കി സൂക്ഷിക്കണം. അതാണ് അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇപ്പോൾ തേജസ്കരണത്തിനായുള്ള ഒരുക്കം എന്നുള്ളത് പറയാൻ നേരമില്ല. ഒന്ന്, നിർമ്മലീകരിക്കണം. 1 യോഹന്നാൻ 3:3. സ്തോത്രം. ശരീരത്തെ സൂക്ഷിക്കണം. ഇനി അടുത്തത്, ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായതിനാൽ ദൈവത്തിന്റെ മന്ദിരത്തിന് യോഗ്യമായ നിലയിൽ വേണം ജീവിക്കുവാൻ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. സ്തോത്രം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെങ്കിൽ ത്രിയേക ദൈവം നമ്മളിൽ വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞല്ലോ, ത്രിയേക ദൈവം നമ്മൾ അധിവസിക്കുന്നു. നമ്മുടെ ശരീരം അവിടുത്തെ മന്ദിരമാണ്. അതുകൊണ്ട് ഈ മന്ദിരത്തെ കുറിച്ച് കർത്താവിന് എരിവുണ്ട്. God is interested in our body. ദൈവം നമ്മുടെ ശരീരത്തെക്കുറിച്ച് താല്പര്യമുള്ളവനാണ്. നിങ്ങൾ വിചാരിക്കരുത് ദൈവം അകത്തത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അല്ല, God is seriously interested in our bodies. How we keep our bodies. അത് വളരെ പ്രധാനമാണ്. വിശുദ്ധീകരണത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയുണ്ടായി, മറക്കരുത്. സ്തോത്രം. ആലയത്തെക്കുറിച്ചുള്ള എരിവ്. പിന്നെ അപ്പൊ നോക്കണേ, പരിശുദ്ധാന മന്ദിരം എന്ന നിലയിൽ, സ്തോത്രം, യോഗ്യമായി ദൈവം ഈ ശരീരത്തെക്കുറിച്ച് എരിവുള്ളവനാണെന്നുള്ള ബോധത്തോടെ ജീവിക്കണം. സ്തോത്രം. നിർമ്മലീകരിക്കണം. അടുത്തതൊന്ന്,
കഷ്ടമനുഭവിക്കണം. റോമാലേഖനം 8:17 നാം അവനോട് തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കഷ്ടമനുഭവിച്ചാൽ അത്രേ. എന്താ കഷ്ടം? തിലിപ്സിസ് എന്നാണ് ഗ്രീക്കിലെ ഒരു വാക്ക്. തിലിപ്സിസ് എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം. ഞാൻ എന്നെ 2 കൈപ്പത്തികൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. എന്റെ വലത്തെ കൈപ്പത്തി അടുത്ത കൈപ്പത്തിയെ പുറകോട്ട് വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതങ്ങ് വളഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടെ സമ്മർദ്ദമില്ല. എന്നാൽ എന്റെ വലത്തെ കൈപ്പത്തി അടുത്ത കൈപ്പത്തിയെ വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇടത്തെ കൈപ്പത്തി അതിനെ ചെറുത്താൽ അവിടെ സമ്മർദ്ദമുണ്ട്. സമ്മർദ്ദമുണ്ട്. സ്തോത്രം. ഒരു ഭക്തന്റെ മേൽ ലോകം സമ്മർദ്ദം ചെലുത്തുമ്പോൾ ലോകത്തിന് വഴിയിൽ തിരിയാൻ, ലോകത്തോട് അനുരൂപപ്പെടുവാൻ, ലോകത്തോട് താതാത്മ്യപ്പെടുവാൻ, സ്തോത്രം, ഒരു ഭക്തന്റെ മേൽ ലോകം സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവൻ അതിന് വഴങ്ങാതെ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ചെറുത്തു നിന്നാൽ, എതിർത്തു നിന്നാൽ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ക്രിസ്തീയ കഷ്ടത. ആ ക്രിസ്തീയ കഷ്ടത എന്ന് പറഞ്ഞാൽ ലോകത്തോട് അനുരൂപപ്പെടുവാൻ കൂട്ടാക്കാൻ പാടില്ല. നമ്മൾ ദൈവമക്കളാണെന്നുള്ള ഉൾബോധത്തോടുകൂടെ ജീവിക്കണം. സ്തോത്രം. ഒരു ദൈവ പൈതൽ എന്ന ആ നിലവാരത്തിൽ കുറഞ്ഞതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സൗരങ്ങളെ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ടെങ്കിലും സ്തോത്രം, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആവശ്യമായിരിക്കുന്നതെന്ന് എനിക്കറിയാം. ദൈവം നമ്മെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ആ സാദൃശ്യം എന്ന് പറഞ്ഞാൽ കാണത്തക്കത് ബാഹ്യ രൂപമാണ്. സാദൃശ്യം എന്നുള്ളത് ബാഹ്യ രൂപത്തെയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു രക്ഷകനായി ഇവിടെ വരുവാൻ മുൻ നിയമിച്ച ശരീരത്തിന്റെ മാതൃകയിലാണ് ആദമിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് എബ്രായലേഖനം 10-ാം ഒരു 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നു, സ്തോത്രം, ഹനനയാഗം ഇച്ഛിച്ചില്ല, സ്തോത്രം, ഹോമയാഗത്തിന് പ്രസാദമില്ല, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ ഒത്തിരിയാണ്, നമുക്കറിയാമല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രക്ഷാപദ്ധതി എന്ന് പറയുന്നത് അനാദിയിൽ നിർണയിച്ചതാണ്. അനാദിൽ രക്ഷാപദ്ധതി നിർണയിച്ചപ്പോൾ തന്നെ, സ്തോത്രം, രക്ഷാപദ്ധതിയുടെ സകല വിശദാംശങ്ങളും ഒരുക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആദം പാപത്തിൽ വീഴുമെന്നും, സ്തോത്രം, വീണാൽ അവനെ എങ്ങനെ വീണ്ടെടുക്കണമെന്നുമുള്ള പദ്ധതി സ്വർഗത്തിലെ ദൈവം നേരത്തെ തീരുമാനിച്ചിരുന്നു. സ്തോത്രം, മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. മുൻകൂട്ടി തീരുമാനിച്ച ആ രക്ഷാപദ്ധതിയിൽ മനുഷ്യനായി യേശു ക്രിസ്തു ഇവിടെ ജഡത്തിൽ വെളിപ്പെടുവാനുള്ള ശരീരത്തിന്റെ, സ്തോത്രം, സാദൃശ്യം, സ്തോത്രം, ആ ശരീരത്തിന്റെ വിശദാംശങ്ങൾ മുഴുവൻ മുൻ നിയമിക്കപ്പെട്ടിരുന്നു. ആ മുൻ നിയമിക്കപ്പെട്ട ശരീരത്തിന്റെ മാതൃകയിൽ ആദമിനെ സൃഷ്ടിക്കുകയായിരുന്നു. അതാ പറഞ്ഞത്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം. അതുകൊണ്ടാണ്, സ്തോത്രം, റോമാലേഖനം 5-ാം 14 ഇങ്ങനെ വായിക്കുന്നു, വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം പ്രതിരൂപമാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. ആദമിന്റെ ശരീര രൂപത്തിൽ യേശു വരികയായിരുന്നില്ല. യേശു വരുവാൻ മുൻ നിയമിക്കപ്പെട്ട ശരീരത്തിന്റെ രൂപത്തിൽ ആദമിനെ സൃഷ്ടിക്കുകയായിരുന്നു. സ്തോത്രം. ഓർത്തു നോക്കണം, നമ്മുടെ ശരീരം എത്ര ശ്രേഷ്ഠമാണ്. ദൈവത്തിന്റെ തിരുമുമ്പിൽ നമ്മുടെ ശരീരം എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ഈ ശ്രേഷ്ഠമായ ശരീരത്തെ ദുരുപയോഗിക്കരുത്. ഈ ശ്രേഷ്ഠമായ ശരീരത്തെ ലോകത്തിന് മുമ്പിൽ കോലം കെട്ടാൻ ദുരുപയോഗിക്കരുത്. നമ്മുടെ ജഡത്തിന്റെ താല്പര്യങ്ങൾ നിവർത്തിക്കുവാൻ ശരീരത്തെ ദുരുപയോഗിച്ച് ശരീരത്തെ അപമാനിക്കരുത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എയ്യോൻ സ്കീമറ്റസൊമായി, സ്തോത്രം, ഈ ലോകത്തിന് അനുരൂപമാകരുത്. സ്തോത്രം. ഈ കാലത്തിന് അനുയോജ്യമായ നിലയിൽ ബാഹ്യരൂപം ഉണ്ടാകരുത്. നമ്മുടെ ബാഹ്യരൂപം പോലും ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവിന്റെ മന്ദിരം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരം എന്ന നിലയ്ക്കും നിലവാരത്തിനും ഒത്തവണ്ണം വിശുദ്ധിയിലും നിർമ്മലതയിലും സൂക്ഷിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. സ്തോത്രത്തിന്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്.
എന്റെ വാക്കുകളിൽ കുറവായുള്ളത് പരിശുദ്ധാത്മ ഹൃദയങ്ങളിൽ പൂരിപ്പിക്കട്ടെ. സ്തോത്രം. ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ദൈവസഭയോടും പാസ്റ്ററോടും നന്ദി പറയുന്നു. 2010 അതേ ബ്രദർ, 2010 ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന് പല ദിവസങ്ങൾ നിങ്ങളോട് പാർത്ത് ദൈവത്തിനെ ശുശ്രൂഷിക്കാൻ അവസരമുണ്ടായിരുന്നു. കർത്താവിനെ മടങ്ങി വരും ഇത്രത്തോളം വൈകിയതുകൊണ്ടും നമ്മുടെ ആയുസ്സിനെ ഇത്രത്തോളം ദീർഘിപ്പിക്കുവാൻ കർത്താവിന് പ്രസാദമായതുകൊണ്ടും ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മ സാധ്യമായതിൽ ഞാൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും അവസരം ഒരുക്കിയ ദൈവസഭയോട് നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥന ഞങ്ങളെ പ്രത്യേകം ഓർക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കാം. ആ ദൈവ സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെട്ടവരായി നമ്മുടെ ബാഹ്യവും ആന്തരികമായ അവസ്ഥ നിർമ്മലതയോടെ സൂക്ഷിച്ച് സ്തോത്രം ആത്മമണവാളനായ കർത്താവിന് അനുയോജ്യ ഒരു മണവാട്ടിയായി ഒരുക്കപ്പെടാം. സ്തോത്രം. എനിക്ക് യോഗ്യനല്ല എന്ന് നമ്മളെ ആരെയും കുറിച്ച് പറയാനിടയാകാതെ കർത്താവിന് യോഗ്യതയുള്ളൊരു മണവാട്ടിയായി പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെടുവാൻ, സ്തോത്രം, ദൈവവചനപ്രകാരം ഒരുക്കപ്പെടുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വന്ദനം. സ്തോത്രം.